എന്തിനാണ് പറയേണ്ട കാര്യം? PDPയും ജമാഅത്ത് ഇസ്ലാം ഒരുപോലെയാണ്? അല്ല, സ്വീകരിക്കൊണ്ടോ ഇല്ലെന്നുള്ളതല്ല പ്രശ്നം. ഞാൻ പറഞ്ഞു വന്നത് PDPയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാം ഒരുപോലെയാണോ? എന്ത് സംശയ കാര്യത്തിന്? ജമാഅത്ത് ഇസ്ലാം ലോകത്തെമ്പാടുമുള്ള ഒരു വർഗീയ ശക്തിയാണ്. ലോകത്തെ ആ നിലപാടെന്നല്ലോ PDP എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്. പീഡിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമല്ലേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് രണ്ടും കൂട്ടി കണക്കണ്ട. നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുമ്പോൾ മതമൗലികവാദികളെ ചേർത്ത് നിർത്തുവാൻ മത്സരിക്കുകയാണ് LDFും UDFും. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. വോട്ട് ബാങ്ക് ലക്ഷ്യം വച്ചല്ലേ മത തീവ്രവാദ സംഘടനകളെ താലോലിക്കുന്നത്? ഇന്ന് ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ചേരുന്ന അതിഥികൾ BJP പ്രതിനിധിയായ അഡ്വക്കേറ്റ് JR പത്മകുമാർ, കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഡോക്ടർ GV ഹരി, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്, എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ശ്രീ ഹസ്കറിലേക്ക്. ശ്രീ ഹസ്കർ, എപ്പോഴാണ് CPMന് PDP പീഡിത വിഭാഗമായത്? രോഹിണി, PDP എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാപകൻ ശ്രീ അബ്ദുൽ നാസർ മഅ്ദിനി ആയതുകൊണ്ട് അതൊരു തീവ്രവാദ സംഘടന എന്ന രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഒരുപക്ഷെ PDP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതിന്റെ തുടക്കകാലത്ത് മുതൽ ഇന്നുവരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം പരിശോധിച്ചാൽ ഏതെങ്കിലും തീവ്രവാദ പ്രവർത്തനത്തിന് പ്രത്യക്ഷമായോ പരോക്ഷമായോ പിന്തുണ നൽകിയതായി നമുക്ക് തെളിവുകളില്ല. അത്തരം ഒരു ആരോപണം പോലും നേരിട്ടിട്ടില്ല. ശ്രീ അബ്ദുൽ നാസർ മഅ്ദിനിയെ പോലും വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതും സമൂഹത്തിൽ അദ്ദേഹത്തെ ഒരു തീവ്രവാദിയായി ചിത്രീകരിക്കുന്നതിനും അദ്ദേഹത്തെ നിരന്തരം ജയിൽവാസത്തിലേക്ക് വിടുന്നതിനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഭരണകൂട ഭീകരതയുള്ള ഒരു നാട്ടിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. സ്വാഭാവികമായും അബ്ദുൽ നാസർ മഅ്ദിനി ഏതെങ്കിലും പിശകുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിയമത്തിന്റെ വഴി തേടണം എന്നു തന്നെയാണ് ഇടതുപക്ഷവും അതുപോലെ ഇടതുപക്ഷത്തെ കാംക്ഷിക്കുന്നവരും കാണുന്നത്. ജമാഅത്തെ ഇസ്ലാമി മറ്റൊരു വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടാണ് ഇടതുപക്ഷം വിലയിരുത്തിയിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നിലപാടുകൾ മുതൽ ലോകത്താകമാനമുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു മുസ്ലിം രാഷ്ട്രം കെട്ടിപ്പടുത്തുക എന്നുള്ളതാണ്. ഞങ്ങൾ RSSനെയും സംഘപരിവാറിനെയും വിമർശിക്കുന്നത് ഒരു ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുത്തുക എന്നുള്ള ഹിന്ദുത്വ അജണ്ടയുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് RSSനെയും അതുപോലെ സംഘപരിവാറിനെയും നിശിതമായി ഞങ്ങൾ വിമർശിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം രാഷ്ട്രം കെട്ടിപ്പടുത്തുക എന്നുള്ളതും ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതുമാണ് രാഷ്ട്രീയമായി അവരുടെ ധാരണ, അവരുടെ തീരുമാനം. അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ട് എന്ന് ഒരു തരത്തിലും നമുക്ക് ബോധ്യം വന്നിട്ടില്ല. അവരുടെ നിലപാടുകളിൽ അത്തരം മാറ്റങ്ങൾ ഉണ്ടെന്നും അവരുടെ പ്രവർത്തനങ്ങളിൽ അത്തരം മാറ്റങ്ങൾ ഉണ്ടാതായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അത് പൊതുസമൂഹത്തിന് മുന്നിൽ ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, വെൽഫെയർ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും അതുപോലെ PDPയുടെയും നിലപാടുകളും അത് പ്രവർത്തികളും അവരുടെ പരിപാടിയിൽ നിന്നും വളരെ കൃത്യമായി നമുക്ക് ബോധ്യമുണ്ടാണ്. അതുകൊണ്ടാണ് PDP MP ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞതുപോലെ നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് PDP എന്ന ഒരു വിലയിരുത്തലാണ് ഇടതുപക്ഷത്തിനുള്ളത്. അത് വളരെ തുറന്നു പറയുന്നതിൽ യാതൊരു തരത്തിലും ഇടതുപക്ഷത്തിന് മടിയില്ല. ഹസ്കർ, അങ്ങനെ തുറന്നു പറയുന്നതിൽ മടിയില്ലാതിരിക്കുമ്പോൾ കോയമ്പത്തൂർ സ്ഫോടന കേസ്, ബാംഗ്ലൂർ സ്ഫോടന കേസ്, ഒപ്പം തീവ്രവാദ റിക്രൂട്ടിംഗ്, ഇതിലൊക്കെ ആരോപണ വിധേയരാണ് മദനി എന്നുള്ളതാണ്. അതുമാത്രമല്ല, നമുക്ക് 1995 ഒരു രാഷ്ട്രീയ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരത്തിലേക്ക് കൂടി പോകാം. അന്നത്തെ ഗവൺമെന്റ് ലോ കോളേജ് ഈവനിംഗ് ബാച്ചിലെ SFIയുടെ വിദ്യാർത്ഥി ചെയർമാനെ വെട്ടിക്കൊല്ലുന്നത് PDP പ്രവർത്തകരായിരുന്നു. അതിൽ CPIM ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന ഈ സക്കീറാണ് കൊല ചെയ്യപ്പെടുന്നത്. സക്കീറിന്റെ പിതാവിനും വലിയ രീതിയിലുള്ള ഗുരുതരമായ പരിക്കുകൾ അന്ന് ഏറ്റിരുന്നു. അപ്പോൾ PDP പീഡിത വിഭാഗമല്ല എന്നുള്ളത് 95 തന്നെ വ്യക്തമാകുന്നതാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ ഒരു തരത്തിലും കൂട്ടുപിടിക്കാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മുൻകാല തെരഞ്ഞെടുപ്പുകൾ കൂടി വിലയിരുത്തേണ്ടി വരും. അതായത് 2019, 2024, അതോടൊപ്പം തന്നെ 1996, ഇതിലൊക്കെ LDF ആരെയാണ് കൂട്ടുപിടിച്ചിരുന്നത് എന്നുള്ളത് BN ഹസ്കറിന് വളരെ വ്യക്തമായി അറിയാമല്ലോ. അപ്പോൾ അന്ന് ജമാഅത്തെ ഇസ്ലാമിയുമായി തൊട്ടുകൂടായ്മയൊന്നുമില്ലായിരുന്നു.
ഇപ്പോഴാണ് അവർ യു ഡി എഫിനോട് അടുത്തപ്പോൾ, വെൽഫെയർ പാർട്ടി രൂപീകരിച്ച് യു ഡി എഫിനോട് അടുത്തപ്പോഴാണ് നിങ്ങൾക്കത് വർഗീയ പാർട്ടിയായത്. PDP അപ്പോഴും ചേർത്ത് നിർത്താമല്ലേ? രോഹിണി, PDPയുടെ പ്രാകൃത രൂപം എന്ന് പറയുന്നത് ISS എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. സ്വാഭാവികമായും ISS എടുത്തിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് 91-ലാണ് ISS സ്ഥാപിതമാകുന്നത്. ISS എടുത്തിട്ടുള്ള നിലപാട് തീവ്ര മുസ്ലിം വിഭാഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശ്രീ അബ്ദുൽ നാസർ മഅ്ദനിയുടെ നേതൃത്വത്തിൽ വലിയ സംസ്ഥാനത്താകമാനം വലിയ തോതിൽ ISS ആരംഭിക്കുകയും 1994 PDP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് അത് മാറ്റമുണ്ടാവുകയും ചെയ്തു. അങ്ങ് സൂചിപ്പിച്ചത് തിരുവനന്തപുരം ലോ കോളേജിലെ സഖാവ് സക്കീറിന്റെ കൊലപാതകം, അദ്ദേഹം പെരുമാതുറ സ്വദേശി, തിരുവനന്തപുരം ജില്ലയിലെ പെരുമാതുറ സ്വദേശി, അദ്ദേഹത്തിന്റെ വീട്ടിനുള്ളിൽ അർദ്ധരാത്രിയിൽ PDPയുടെ പ്രവർത്തകർ എന്ന് കരുതുന്ന 10ഓളം ആളുകൾ കടന്നു ചെല്ലുകയും അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. സക്കീറിന്റെ രക്തസാക്ഷിത്വം വെറുതെയല്ല, ആ കേസിലെ പ്രതികൾക്കാകമാനം ശിക്ഷ ലഭിക്കുന്ന സാഹചര്യം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ നിയമപരമായിട്ടുള്ള വസ്തുത. ആ വസ്തുതകൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ PDPയുമായി നിരന്തരം അവരുടെ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെ നിരന്തരം മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ സംഘർഷത്തിൽ CPM ഏർപ്പെടേണ്ടി സംശയമില്ല കാര്യത്തിൽ. പക്ഷെ അപ്പോഴൊക്കെ തന്നെ PDP കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ എടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ കൂടി പരിശോധിക്കണം. ഏതെങ്കിലും സംസ്ഥാനത്തെ ഒരു കലാപത്തിനോ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു കലാപ ശ്രമത്തിനോ PDPയുടെ ഭാഗത്തോ PDPയുടെ പ്രവർത്തകരുടെ പേരുകളോ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. കോയമ്പത്തൂർ സ്ഫോടനത്തിൽ ശ്രീ അബ്ദുൽ നാസർ മഅ്ദനി അടക്കം കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ കുറ്റാരോപിതൻ എന്ന സ്ഥാനം മാത്രമേ ആ കേസിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അദ്ദേഹം എത്ര വർഷക്കാലം കോയമ്പത്തൂർ ജയിലിൽ കഴിയേണ്ടി വന്നു എന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഒരു പീഡിതനാകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, പീഡിപ്പിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നൊരു കാഴ്ചപ്പാട് തന്നെയാണുള്ളത്. PDP ഒരിക്കലും വർഗീയ കക്ഷി എന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിയില്ല. ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി നിലപാടെടുത്തിട്ടുണ്ട് എന്നതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ നിലപാട് ഒരു ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കലല്ല എന്ന് ഒരു കാലഘട്ടത്തിലും ഇടതുപക്ഷമോ CPMO പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ അത് ഒരു തരത്തിലും. പിന്നെ എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നത്? ഞാൻ കണക്കുകൾ സൂചിപ്പിക്കാം. അതായത് 1996, 2004, 2009 ലോക്സഭാ ഇലക്ഷനുകളിൽ, 2024 ലോക്സഭാ ഇലക്ഷനിൽ ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള മധുരയും ഡിണ്ടിഗലിലും ജമാഅത്തെ ഇസ്ലാമിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. രാജസ്ഥാനിലെ സിക്കാർ, അതായത് നിലവിലുള്ള MP പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ സപ്പോർട്ടോടുകൂടിയാണ് CPMന്റെ MP നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ഇത്രമധികം വർഗീയവാദിയാണ് എങ്കിൽ എന്തിനാണ് അവരുടെ പിന്തുണ തേടുന്നത്? അല്ല, ഇപ്പോ രാജസ്ഥാനിലെ സിക്കാറിലൊന്നും ജമാഅത്തെ ഇസ്ലാമിക്ക് അതിനുവേണ്ടി സ്വാധീനമുള്ള ഒരു സ്ഥലമാണെന്നും തോന്നുന്നില്ല. ഒരു 10, 200, 200 വോട്ടുകൾ മാത്രം ചെയ്യാൻ കഴിയുന്ന സ്വാധീന ശക്തി മാത്രമേ സിക്കാർ പോലുള്ള ഒരു പ്രദേശത്ത് ജമാഅത്തെ ഇസ്ലാമിക്കും. മറിച്ച് കേരളത്തിലെടുത്താൽ ജമാഅത്തെ ഇസ്ലാമിക്ക് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വോട്ട് ഷെയറുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ്. ഒരു സംശയം വേണ്ട വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ച്. പക്ഷേ ആ വെൽഫെയർ പാർട്ടി 2009 മറ്റു തെരഞ്ഞെടുപ്പ് മുതൽ മറ്റേതെങ്കിലും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇടതുപക്ഷം ആവശ്യപ്പെട്ടിട്ടല്ല ഇടതുപക്ഷത്തിന് പിന്തുണ നൽകിയിട്ടുള്ളതെന്നും, അല്ലെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് മനസാക്ഷി വോട്ട് ചെയ്യണമെന്ന് തന്റെ അണികളെ ഉദ്ബോധിപ്പിച്ചിട്ടുള്ളതെന്നും നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അത് പൊതുമണ്ഡലത്തിലുള്ളതാണ്. അത് ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നതിനുള്ള വടിയായി ഉപയോഗിക്കുക എന്ന ഒരു ദുരന്ത സാഹചര്യത്തിലേക്കാണ് UDF എത്തപ്പെട്ടിരിക്കുന്നത്. ശരി, താങ്കളിലേക്ക് എത്താം. ശ്രീ GV ഹരി, LDFും UDFും ഇവിടെ പരസ്പരം മത്സരിക്കുകയാണ് മതമൗലികവാദികളെ ചേർത്തു പിടിക്കാൻ. ഒരിടത്ത് PDP പീഡിത വിഭാഗമാണ്, ജമാഅത്തെ ഇസ്ലാമിയെ പോലെ അവരല്ല എന്ന് CPM വാദിക്കുമ്പോൾ UDFിന്റെ ഭാഗത്ത് നിന്ന്, നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് വന്നത് ജമാഅത്തെ ഇസ്ലാമി അത്ര തീവ്രവാദ വർഗീയ പാർട്ടിയൊന്നുമല്ല എന്നുള്ളതാണ്. എന്തിനാണ് ഇങ്ങനെ അവസരവാദ രാഷ്ട്രീയം മാറി മാറി കളിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ? രോഹിണി, ഞങ്ങളുടെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലെയും പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട്, തെരഞ്ഞെടുപ്പുകളാവുമ്പോൾ സ്വാഭാവികമായും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും
അവർക്ക് ലഭിക്കുന്ന എല്ലാ വോട്ടുകളും സ്വീകരിക്കും. അതിനകത്ത് ഇവിടെ ഞാനതിനെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ വോട്ട്, അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിൻ്റെ വോട്ട്, മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് എന്നൊന്നും ഞാൻ കാണുന്നില്ല. മറിച്ച് നിലമ്പൂരിലെ ജനങ്ങൾ നൽകുന്ന വോട്ട്, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണിത്. അതുമാത്രമല്ല, ഇന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി അത് പറയുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനെ താഴെ ഇറക്കാൻ നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ അവസരമാണ്. അത് എല്ലാവരുടെ വോട്ടും ഞങ്ങൾക്ക് ലഭിക്കും എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഞങ്ങളാരും ആവശ്യപ്പെട്ടിട്ടല്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമി അവരുടെ പിന്തുണ ഞങ്ങൾക്ക് നൽകി. അതേസമയം മറ്റ് ചില ഈ വർഗീയ സംഘടനകൾ, ഹിന്ദു മഹാസഭ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ അത് സ്വരാജിന് നൽകി. അത് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പുകളിൽ ചില ആളുകൾ സ്വയം പ്രഖ്യാപിതരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ആളുകളായിട്ട് വരും, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് തരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എല്ലാവരുടെ വോട്ടും സ്വീകരിക്കുകയാണ്. പക്ഷേ എനിക്ക് അഡ്വക്കേറ്റ് ഹസ്കർ ഇത് എങ്ങനെ പറയുന്നു എന്നാണ് ഞാൻ നിങ്ങളെ വളരെ കൗതുകത്തോടു കൂടി കേട്ടിരുന്നത്. ഞാൻ അഡ്വക്കേറ്റ് ഹസ്കറിൻ്റെ അറിവിലേക്കായിട്ട് ചില കാര്യങ്ങൾ പറയാം. ഇതിനകത്ത് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ള വിവാദമല്ല. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിവാദങ്ങളിലൂടെയാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പുകൾ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകൾ ഉള്ള സമയത്തൊക്കെ കടന്നുപോയിട്ടുള്ളത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ അവർക്ക് പിന്തുണ ലഭിച്ചിട്ടുള്ള ആളുകൾ ആർക്കാണ് പിന്തുണ ജമാഅത്തെ ഇസ്ലാമി നൽകിയിട്ടുള്ള കണക്കുകൾ കുറച്ചൊക്കെ രോഹിണി ഇവിടെ പറഞ്ഞു. എന്നാലും അദ്ദേഹത്തിൻ്റെ അസ്കറിൻ്റെ ഓർമ്മ കുറവ് ഒന്ന് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഞാൻ ചില കാര്യങ്ങൾ പറയാം. 1996 ഏപ്രിൽ മാസം 22-ാം തീയതിയുള്ള CPM മുഖപത്രം ദേശാഭിമാനി, അത് മാറിയിട്ടില്ല ഇതുവരെയും, അത് റെക്കോർഡാണ്. ഇനി ഹസ്കർ അത് ആവശ്യപ്പെട്ടാൽ ഞാൻ അദ്ദേഹത്തിന് അയച്ചു തരാം. അതിനകത്ത് പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിൽ നരസിംഹറാവു സർക്കാരിനെതിരെ ഇടതുപക്ഷം നയിക്കുന്ന പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകിയ ജമാഅത്തെ ഇസ്ലാമിക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു ആ മുഖപ്രസംഗം. ദേശാഭിമാനി ഇവിടെ CPMൻ്റെ പത്രം തന്നെയല്ലേ എന്നൊരു സംശയം കൂടി ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. അപ്പം ഇത് 1996 കഥയാണ് ഞാൻ പറയുന്നത്. ഇനി 2008 നവംബർ മാസം 26-ാം തീയതി നിയമസഭയിൽ ശ്രീ ആര്യാടൻ മുഹമ്മദ് അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിന് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ നൽകിയ മറുപടിയിൽ പറയുന്നൊരു വാക്ക് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തീവ്രവാദത്തിൻ്റെ പേര് പറഞ്ഞ് ആര്യാടൻ മുഹമ്മദ് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന് നിയമസഭയിൽ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ ആര്യാടൻ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചു കളഞ്ഞു എന്ന വലിയൊരു കുറ്റമായി മുന്നിൽ കണ്ടു. ഇനി 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നതിലൂടെ പറയാം. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റിലും LDFന് പിന്തുണ ലഭിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചത് ഞങ്ങൾക്കല്ല, LDFനാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി 2009 അത് വേറെ ആരുമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക്. അദ്ദേഹം കണ്ണൂരിൽ നടത്തിയ 2009 ഏപ്രിൽ 14-ാം തീയതി. ഈ ഡേറ്റുകളൊക്കെ കൃത്യമായിട്ട് ഞാൻ പറയുന്നത് ചിലപ്പം ഞാൻ വെറുതെ പറയുകയാണെന്ന് ചിലപ്പോൾ ഹസ്കർ പറയാം. അഡ്വക്കേറ്റ് ഹസ്കർ അങ്ങനെ പറയുന്ന ആളല്ല, എന്നാലും ഞാൻ പറയുകയാണ്. കാരണം CPM കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: മുസ്ലിം സംഘടനകളിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ ഇത്രയും ആളുകൾ, പിണറായി വിജയൻ, ദേശാഭിമാനി, കോടിയേരി ബാലകൃഷ്ണൻ, ഇത്രയും ആളുകൾ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്, ഇത് രേഖയിലുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ഈ ചർച്ചയിൽ പറയുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മൾ തമാശയായിട്ടൊക്കെ പറയാറുണ്ട്, ഞങ്ങളിട്ടാലിത് ബർമുഡ, നിങ്ങളിട്ടാലിത് വള്ളി ട്രൗസർ എന്ന് പറയുന്നൊരു നിലപാട് ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ ഇവരെടുക്കുന്നു എന്നുള്ളത് വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാലം അവരെ പിന്തുണച്ചു. ഒരു സുപ്രഭാതത്തിൽ ഈ കഴിഞ്ഞ 9 വർഷത്തെ കൊള്ളരുതായ്മ കണ്ട് സഹിക്കവയ്യാതെ ആ പിന്തുണ പിൻവലിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ പിന്തുണയ്ക്കാൻ ജമാഅത്തെ ഇസ്ലാമി തയ്യാറായപ്പോൾ അവരിപ്പോൾ വർഗീയവാദിയായി. അപ്പോൾ ഇതുകൊണ്ടാണ് ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഓന്ത് നാണിച്ചു പോവും ഇവരെ കണ്ടെന്നുള്ളതാണ്. CPMൻ്റെ ഈ നിലപാട് കണ്ടിട്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് നടത്തിയ പത്രസമ്മേളനം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ ഓന്തുണ്ടല്ലോ, ഈ അപ്പോൾ ഇങ്ങനെ നിറം മാറിക്കൊണ്ടിരിക്കുന്ന ഓന്ത്, അയ്യടാ ഇവരെപ്പോലെ എനിക്കാവാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ആയിപ്പോകുമെന്ന് പറയുകയായിരുന്നു അദ്ദേഹം. സത്യമല്ലേ അത്? ഇവിടെ എന്തെങ്കിലും ഒരു നിലപാടുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിലപാടുണ്ടോ? അത് നമുക്കൊരു വശത്ത് മാറ്റി നിർത്താം, CPMന്റെ നിലപാട്. പക്ഷേ ഇവിടെ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? CPM എതിർക്കുന്നത് കൊണ്ട് ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ അംഗീകരിക്കുന്നു എന്നാണോ? അവരൊരു വർഗീയ പാർട്ടിയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. അപ്പോൾ കോൺഗ്രസും ഈ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അവരെ ചേർത്ത് പിടിക്കുന്നത്. അല്ല, ഞാനത് വളരെ വ്യക്തമായി ആദ്യമേ പറഞ്ഞു. രോഹിണി ചോദിക്കുന്നുള്ളത് കൊണ്ട് ഞാനത് ആമുഖമായി പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 9 വർഷക്കാലത്തെ പിണറായി സർക്കാരിനെതിരായി ഞങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള കാര്യങ്ങൾ
അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള ഈ കേരളത്തിനെതിരായിട്ട് അല്ലെങ്കിൽ കേരളത്തിൻ്റെ വികസനത്തിന് എതിരായിട്ട് അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ ഒരു പ്രതിപക്ഷ നിലയിൽ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവിടെ കേരളത്തിലെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ അത് ഈ 2026 മുന്നോടിയായിട്ടുള്ള തെരഞ്ഞെടുപ്പായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ ഫൈനൽ, കഴിഞ്ഞ ദിവസം ശ്രീ അനിൽ നമ്പ്യാരുമായിട്ടുള്ള ചർച്ചയിൽ പറയുന്ന ക്വാർട്ടർ ഫൈനൽ ആയിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലായതുകൊണ്ട് ഈ പിണറായി സർക്കാരിനെ താഴെ ഇറക്കുന്നതിനാവശ്യമായി ആരൊക്കെ ഞങ്ങളെ പിന്തുണച്ചാലും അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം എന്ന് മാത്രമായി കാണുന്നില്ല. നിലമ്പൂരെ ജനങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളാണെങ്കിലും ആ ജനങ്ങളുടെ വോട്ട് ഞങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. ഞങ്ങൾക്ക് ഒറ്റ അജണ്ടയേ ഉള്ളൂ, ഈ സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളതാണ്. ശരി, ശ്രീ JR പത്മകുമാർ, ഇടതും വലതും എപ്പോഴും BJPക്കെതിരെ വയ്ക്കുന്ന ആയുധം എന്ന് പറയുന്നത് വർഗീയ പാർട്ടി എന്നുള്ളതാണ്. ഇവിടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ PDPയെ ന്യായീകരിക്കാൻ പറഞ്ഞപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിയതിനൊപ്പം ജമാഅത്തെ ഇസ്ലാമി RSSനെ പോലെ ലോകത്തിന് തന്നെ ഭീഷണിയാകുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് എന്ന പരാമർശമാണ് നടത്തിയത്. ഒരുപക്ഷെ മതമൗലികവാദികളെ ഒരുപോലെ രണ്ടുപേരും കൂട്ടുപിടിക്കുകയും RSSന് മേൽ പഴിചാരുകയും ചെയ്യുന്ന പ്രവണത ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതാദ്യമായൊന്നുമല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ വർഗീയത കളിക്കുന്നത് ആരാണ്? പൊതുസമൂഹത്തിന് മുന്നിൽ മതനിരപേക്ഷരാണ് തങ്ങൾ എന്ന് പറയുകയും വർഗീയവാദികളെ കൂട്ടുപിടിക്കുകയും ചെയ്യുന്ന ഇടതിൻ്റെയും വലതിൻ്റെയും നയത്തെയും നിലപാടിനെയും താങ്കൾ എങ്ങനെ കാണുന്നു? കേരളത്തിലെ ഈ രണ്ട് മുന്നണി രാഷ്ട്രീയം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, എപ്പോഴും BJPയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും പ്രതിക്കൂട്ടിൽ നിർത്തി ആക്രമിക്കുകയും അതോടൊപ്പം തന്നെ മറ്റ് ഭീകരവാദ സംഘടനകൾ മതമൗലികവാദ സംഘടനകളെ താലോലിച്ച് താരാട്ടി പാലൂട്ടി വളർത്തുന്നൊരു സമീപനമാണ് ഇടത് വലത് മുന്നണികൾ UDFും LDFും കേരളത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. പൊതുവെ ഇവരുടെ മറ്റ് ബന്ധമുള്ള സംഘടനകൾ ദേശീയ തലത്തിലും അതുതന്നെയാണ്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ട് ഈ നിലമ്പൂർ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ രണ്ട് മതമൗലികവാദ സംഘടനകളെ രണ്ട് മുന്നണികളും യാതൊരു തദ്ദേശീയമില്ലാതെ ഒരു സഖ്യമുണ്ടാക്കിയതിനെ സംബന്ധിച്ചിട്ടാണ്. അപ്പോൾ ഈ രണ്ട് സംഘടനകളും എന്താണ് എന്നുള്ളത് മൂന്നാമതൊരാൾ പറയാതെ തന്നെ ഈ MV ഗോവിന്ദിൻ്റെയും അതുപോലെ VD സതീശൻ്റെയും നമ്മുടെ ഈ ചർച്ചയിൽ അസ്കറിൻ്റെയും ഗിരിയുടെയും സംസാരം കേട്ടാൽ അതിൽ നിന്ന് തന്നെ ഒന്ന് വിലയിരുത്താവുന്നതേ ഉള്ളൂ ഈ രണ്ട് സംഘടനകളും എന്താണ് എന്നുള്ളത്. PDPയെ കുറിച്ചിട്ടുള്ള GV ഹരിയുടെയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ചുള്ള അസ്കറിൻ്റെയും പ്രസ്താവനകൾ വിലയിരുത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാകുക എത്രമാത്രം ഭയാനകമാണ്, എത്രമാത്രം തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളാണ് ഈ രണ്ട് സംഘടനകളും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു വിശകലനത്തിൻ്റെ ആവശ്യമില്ല. അത് തികച്ചും അവസരവാദ രാഷ്ട്രീയമാണ് നടത്തുന്നത്. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി എന്നുള്ള സംഘടനയെക്കുറിച്ച് അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദ സംഘടനകളെക്കുറിച്ചും ഇപ്പോൾ അവിടെ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി നേരത്തെ എടുത്തിട്ടുള്ള നിലപാടുകളും അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു മതേതരത്വത്തിൻ്റെ പ്രതീകമായിട്ട് കോൺഗ്രസ് ആ കാലഘട്ടത്തിൽ മലപ്പുറം ജില്ലയിൽ വർഗീയവാദികൾക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആര്യാടൻ മുഹമ്മദ് എടുത്തിട്ടുള്ള നിലപാടുകളൊക്കെ നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിലും അല്ലാതെ തന്നെയും പൊതു സമൂഹത്തിൻ്റെ മുന്നിൽ വളരെ വ്യക്തമാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം ഘടകവിരുദ്ധമായി രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഒരു നിലപാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ എടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് വർഗീയവാദ സംഘടനകൾ തീവ്രവാദ സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പറഞ്ഞ വളരെ വ്യക്തമായിട്ട് യാതൊരു കണ്ടീഷനും വയ്ക്കാതെ ചില ആളുകൾ വോട്ട് ചെയ്തു, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ മനസ്സിലാക്കുന്നത് UDFിൻ്റെ അസോസിയേറ്റ് മെമ്പറാക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് വരും കാലങ്ങളിൽ നമുക്ക് വെളിവാകുന്ന ഒരു കാര്യമാണ്. എപ്പോഴും എന്തായാലും ഈ കടമ്പ കടക്കണം, അതിനെ ആരുമായി ഏത് സംഘടനയുമായി കൂട്ടുകൂടാമെന്നുള്ളതാണ്. ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദ സംഘടനയാണ്. ലോകത്തിൽ തന്നെ ഒരു ലോകമുണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആശയങ്ങൾ, ആ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയങ്ങളാണ് ലോകത്ത് തന്നെ ഇന്ന് വലിയ രീതിയിലുള്ള മനുഷ്യത്വരഹിതമായ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ട് ചെന്ന് എത്തിക്കുന്ന അല്ലെങ്കിൽ ഈ ലോകത്ത് തന്നെ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയ മതപരമായിട്ടുള്ള ഒരു ആശയമാണ്. ആ ആശയം വെച്ച് പുലർത്തി ആ ആഗോള ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണച്ചക്കാർ അല്ലെങ്കിൽ ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടന തന്നെയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. ഓരോ കാലഘട്ടത്തിലും ഈ സംഘടനകൾ നമ്മുടെ LDFും UDFും എടുത്തിട്ടുള്ള ഈ മുന്നണികൾ എടുത്തിട്ടുള്ള നിലപാടുകൾ മാത്രം വിശകലനം ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചിട്ടുള്ള 2004 തെരഞ്ഞെടുപ്പിൽ 2009 തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായിട്ടും LDFിന് പിന്തുണ കൊടുക്കുകയാണ്
ചെയ്തിട്ടുള്ളത് ഈ ജമാഅത്ത് ഇസ്ലാമി. 2011 കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 124ഓളം നിയോജക മണ്ഡലങ്ങളിൽ ഈ ജമാഅത്ത് ഇസ്ലാമി LDFന് അനുകൂലമായി നിലപാട് സ്വീകരിച്ചു. 2014 NDA അധികാരത്തിൽ വന്നു, മോഡി ഗവൺമെൻറ് വരികയും 2019 വീണ്ടും മോഡി അധികാരത്തിൽ വരുമെന്ന് കണ്ട സമയത്ത് ഈ കോൺഗ്രസിന് അനുകൂലമായി ഒരു നിലപാട് സ്വീകരിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമി ചെയ്തിട്ടുള്ളത്. ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരായി അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ, ഈ വർഗീയ ആശയങ്ങൾ നടപ്പിൽ വരുത്താൻ തടസ്സമായി നിൽക്കുന്നത് NDA അല്ലെങ്കിൽ BJP ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് BJPക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി മാറി മാറി LDFനും UDFനും അനുകൂലമായി നിലപാട് സ്വീകരിച്ചിട്ടുള്ള പാർട്ടി തന്നെയാണ്. ഇപ്പോൾ ഇത്രമാത്രം വർഗീയമായ ഒരാശയം വെച്ചത് ഈ അടുത്ത കാലത്ത് തന്നെ അവരുടെ സംഘടന സ്റ്റുഡൻസ് SIO എടുത്തിട്ടുള്ള കേരളത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ, അതിനെപ്പോലും ഈ ആളുകൾ ഒരാൾ പോലും UDF LDF തള്ളി പറഞ്ഞിട്ടില്ല. SIO എടുത്തൊരു സ്റ്റുഡിയോ ടാറ്റയുടെ ഒരു സ്ഥാപനത്തെ ബഹിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എത്രമാത്രം ഈ സമൂഹത്തിൽ ഒരു സെപ്പറേറ്റിസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവർ നടത്തുന്നതെന്ന് മനസ്സിലാക്കണം. അതുപോലും തെറ്റാണ്, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. ഈ സമൂഹത്തിൽ സമാധാനമായി പോകുന്ന കേരളത്തിലെ സമൂഹത്തിൽ തെറ്റിദ്ധാരണ വരുത്താൻ അല്ലെങ്കിൽ വിഘടനവാദം വരുത്താൻ കലുഷിതമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതാണ് എന്നുള്ള പറയാൻ UDFും LDFും തയ്യാറായിട്ടില്ല. അപ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, വിജയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മാറി മാറി UDFും LDFും ഇവരെ പിന്തുണയ്ക്കുന്നത് വളരെ പരിതാപകരമാണ്, അപകടകരമായ ഒരു അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ CPMൻ്റെ നിലപാട് PDP പീഡിതരുടെ സംഘടനയാണെന്നാണ് പറയുന്നത്. അസ്കർ തന്നെ സൂചിപ്പിച്ചു, അതിൻ്റെ പൂർവ്വ സംഘടനയായ ISS കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള അക്രമങ്ങൾ. ഒരു ദിവസം കേരളത്തിലെ തെക്കേ കേരളം ഈ തെക്കേ നമ്മുടെ ഈ പ്രദേശത്ത് ഏകദേശം 7-8 ജില്ലകളിൽ ഒരേ സമയം അക്രമം ഉണ്ടാക്കി വലിയ രീതിയിലുള്ളൊരു കലാപത്തിന് ശ്രമം നടത്തി അതിൽ പ്രതിയാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആൾ തന്നെയായിരുന്നു അന്നും അതിൻ്റെ നേതൃത്വത്തിലുള്ളത്. ആ ആളിനെ 2 പ്രാവശ്യം തീവ്രവാദ കേസുകൾ അറസ്റ്റ് ചെയ്തു കൊടുത്തത് നയനാർ അധികാരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അറസ്റ്റ് ചെയ്തു, തമിഴ്നാട് പോലീസിന് കൈമാറി. അതുപോലെ തന്നെ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുവാണ് ബാംഗ്ലൂർ പോലീസിന് കൈമാറിയിട്ടുള്ളത്. നയനാർ അധികാരത്തിലിരിക്കുമ്പോൾ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൈമാറിയതിന് പ്രതിഷേധിച്ചുകൊണ്ട് അന്ന് നമുക്കറിയാം കേരളത്തിൽ ലക്ഷണമൊത്ത ആദ്യത്തെ തീവ്രവാദ ആക്രമണമായിരുന്നു കളമശ്ശേരിയിലെ ബസ് തീവെപ്പ്. അത് ആർക്ക് വേണ്ടിയിട്ടാ? ഇന്നത്തെ ഈ പറയുന്ന പീഡിതരുടെ നേതാവിൻ്റെ ഭാര്യ പ്രതിയാണ്. ആ ഭാര്യ പ്രതിയായതും അതിന് ഏറ്റവും കേരളത്തിൽ തീവ്രവാദ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട തടിയൻ ഇവിടെ നസീർ ആ കേസിൽ പ്രതിയാണ്. അദ്ദേഹത്തെയും ഈ നേതാവിൻ്റെ ഭാര്യയൊക്കെ പ്രതിയാക്കിയ കേസ് ഇപ്പോഴും കേരളത്തിൽ നിലവിലുണ്ട്. ആദ്യത്തെ ലക്ഷണമൊത്ത തീവ്രവാദ കേസ്. മാത്രമല്ല അസ്കർ മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം, വേറൊരു കേസ് കേരളത്തിൽ നയനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തടിയൻപട നസീർ ഉൾപ്പെടെയുള്ള ആളുകൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നയനാരെ കൊല്ലാൻ ശ്രമിച്ച കേസ്. എന്തുകൊണ്ടാണ് നയനാരെ കൊല്ലാനായിട്ട് അന്നത്തെ PDP ഈ നമ്മുടെ മദനിയുടെ പാർട്ടിക്കാർ അന്ന് ശ്രമിച്ചത്? നമ്മുടെ മദനിയെ അറസ്റ്റ് ചെയ്ത് തമിഴ്നാട് പോലീസിന് കൊടുത്തത് നയനാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നയനാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ആളുകൾക്കെതിരായി കേസെടുത്തുകൊണ്ട് ആ കേസ് അട്ടിമറിക്കപ്പെട്ടു. അതൊരു വിധി ഉണ്ടാക്കിയിട്ടില്ല, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കാണാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കേസ് ഇപ്പോൾ ഏതവസ്ഥയിലാണെന്നുള്ള പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ നയനാരെ കൊല്ലാൻ ശ്രമിച്ചതും ഇന്ന് നിങ്ങൾ പിന്തുണ കൊടുക്കുന്ന നേതാവിൻ്റെ പാർട്ടിയുടെ ആ നേതാവിനെ പിടിച്ചു കൊടുത്തു എന്നുള്ളൊരു കാരണം കൊണ്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ലക്ഷണമൊത്ത ഏറ്റവും വലിയ തീവ്രവാദ സംഘടനകൾ ഇന്ന് 10 മടക്കി താഴെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. PDP ഒരു രാഷ്ട്രീയ സ്വഭാവം പേര് സ്വീകരിച്ച് കൊണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥ മോഹം സംഘടനയുടെ യഥാർത്ഥ രൂപം മാറിയിട്ടില്ല. തൽക്കാലം അദ്ദേഹം ജയിലിലായതുകൊണ്ടും അതിൻ്റെ പ്രവർത്തകരെ കാര്യക്ഷമമായിട്ട് കഴിഞ്ഞതിന് ഇപ്പോൾ പഴയതുപോലെ ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ടും ഒരു രാഷ്ട്രീയ രൂപം പ്രാപിച്ച് അവിടെ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. ലക്ഷണമൊത്ത തീവ്രവാദി സംഘടനയാണ്. അപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമി ആയാലും ഈ PDP ആയാലും കേരളത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളുടെ ഭാഗമായിട്ട് രഹസ്യമായി പ്രവർത്തിക്കുന്ന, ചില ഘട്ടത്തിൽ പരസ്യമായും വന്ന് പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. തൽക്കാലം വോട്ടിന് വേണ്ടിയിട്ട് പരസ്പരം ജനങ്ങളോട് പറയും ഞങ്ങൾ യാതൊരു വർഗീയ പാർട്ടികളുമായും അല്ലെങ്കിൽ അതേപോലത്തെ തീവ്രവാദ സംഘടനകളുമായും ബന്ധമില്ല, ഞങ്ങൾക്ക് വോട്ട് വേണ്ട എന്ന് പറയും. പക്ഷേ അവസാനം ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലെത്തുമ്പോൾ, ഒരു അവസ്ഥയിലെത്തുമ്പോൾ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു അവസ്ഥയിലേക്ക് വോട്ട്
പോളിംഗിൻ്റെ അവസ്ഥയിലേക്ക് വരും, പറയും ആരെല്ലാം വോട്ട് തരുന്നു, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷേ നേരത്തെ എടുത്ത നിലപാടുകൾ, പല സമയത്തും എടുത്ത നിലപാടുകൾ, പ്രഖ്യാപിച്ച വോട്ട് പോലും വേണ്ട. പലപ്പോഴും പല സംഘടനകളും വോട്ട് ചെയ്ത് പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയൊക്കെ എടുക്കുമ്പോൾ അവർ ഞങ്ങൾ പറയാതെ വോട്ട് ചെയ്ത് അതുകൊണ്ട് ഞങ്ങൾ രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് ഈ ജനങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ള സംഘടനകളാണ് ഇന്ന്. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്, സംഘടനകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ ഞങ്ങൾ സ്വീകരിക്കും. പക്ഷേ തീവ്രവാദ സംഘടന വോട്ട് വേണ്ട എന്ന് പരസ്യമായി ഇപ്പം പറയാൻ അവർക്ക് ധൈര്യമില്ല എന്ന് പറയുന്നത് നഗ്നമായ അവസരവാദ രാഷ്ട്രീയമാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇതിൽ രണ്ട് മുന്നണികളും വ്യത്യസ്തമല്ല എന്നുള്ളത്. അതെ, അത് മാത്രമല്ല, സമുന്നതനായ CPM നേതാവ് P. ജയരാജന്റെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കേരളം മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് മദനി ചെറുപ്പക്കാരായ മുസ്ലിം യുവാക്കളെ തീവ്രവാദത്തിലേക്ക് ആനയിച്ചത് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. പിന്നീട് അത് മാത്രമല്ല, നമ്മുടെ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ചില സംഘടനകൾ കേരളത്തെ നമ്മുടെ രാജ്യത്തെ ഇസ്ലാം രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് അച്യുതാനന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, പക്ഷേ വേദിയിൽ VS അച്യുതാനന്ദനെക്കാളും കൂടുതൽ പരിഗണന മദനിക്ക് നൽകി സ്വീകരിച്ചതൊക്കെ നമ്മൾ അന്ന് കണ്ടതാണല്ലോ. വലിയ ആൾക്കൂട്ടത്തിനിടയിൽ എത്രമാത്രം സ്വീകരണമാണ് മദനിക്ക് നൽകിയത് എന്നുള്ളത്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഒരു ഭാഗത്ത് ഏത് വർഗീയവാദികൾ അല്ലെങ്കിൽ വർഗീയ സംഘടനകളാണ് താരതമ്യം ചെയ്യുമ്പോൾ പീഡിതരെന്നും കൂടുതൽ വർഗീയത വച്ചു പുലർത്തുന്നവർ എന്നുമുള്ള ഒരു താരതമ്യം CPM നടത്തുന്നു. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുകയാണെങ്കിൽ തങ്ങൾക്കൊരാൾ വോട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ എങ്ങനെ നിഷേധിക്കാൻ കഴിയും എന്നുള്ള മനോഭാവം, ഇത് ശരിക്കും പൊതുജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു നയം തന്നെയാണോ ഇടതും വലതും പിന്തുടരുന്നത്? ഇടതും വലതും രോഹിണി, വളരെ പ്രായോഗിക രാഷ്ട്രീയം, വിന്നിങ് ദ ഇലക്ഷൻ എന്നതിന് ഉപരിയായ ഒരു ധാർമ്മികതയും കാണാത്ത രാഷ്ട്രീയ പ്രക്രിയയിൽ വിശ്വസിക്കുകയാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ഇടത് വലത് വിഭാഗങ്ങൾ ഒരുപോലെ തന്നെ, UDF LDF ഒരുപോലെ തന്നെ. അതുകൊണ്ടാണ് ഇവിടെ നല്ല വോട്ടെന്നും ചീത്ത വോട്ടെന്നും ഒരു കാര്യമില്ല. കറകളഞ്ഞ വോട്ടെന്നും കളങ്കിതമായ വോട്ടെന്നും ഉള്ള വിവേചനം ജനാധിപത്യത്തിലില്ല. ഏത് ചെകുത്താൻ്റെയും വോട്ട് സ്വീകരിക്കാം എന്ന നിലപാടിലേക്ക് രാഷ്ട്രീയ കക്ഷികൾ നീങ്ങുമ്പോൾ, അതായത് രാഷ്ട്രീയ സദാചാരത്തിനും ധാർമ്മികതയ്ക്കും ഒന്നും തന്നെ ഇവിടെ സ്ഥാനമില്ലാതാവും. ഇവിടെ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് രണ്ട് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം. UDFനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇടതുപക്ഷ വിരുദ്ധ ഒരു സ്പേസ് കേരളത്തിലുണ്ട്. അതിൻ്റെ നേരവകാശികളാകാൻ UDF ശ്രമിക്കുന്നു. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഓരോ വോട്ടും പെട്ടിയിലാക്കി വിജയിച്ചു വരികയും കഴിയുമെങ്കിൽ പിണറായി 3.0 എന്ന ഒരു സാധ്യതയെ പൂർണ്ണമായി അവസാനിപ്പിക്കാനായി ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കുന്നു. മറിച്ച് LDF ആണെങ്കിൽ ഇവിടെ പിണറായി 3.0ൻ്റെ സാധ്യതകൾ തുറന്നിടാൻ വേണ്ടി സ്വരാജിന് വിജയം, ഓരോ വോട്ടും അവിടെ നിർണായകമാകുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ചതുഷ്കോണ മത്സരം നടക്കുന്നു. PV അൻവർ രംഗത്ത് വന്നിരിക്കുന്നു. BJPയുടെ സ്ഥാനാർത്ഥി ന്യൂനപക്ഷ വിഭാഗത്തിൽ പെടുന്ന അഡ്വക്കേറ്റ് മോഹൻ ജോർജ് രംഗത്ത് വന്നിരിക്കുന്നു. അപ്പം ഒരു ചതുഷ്കോണ മത്സരത്തിൻ്റെ ഫീല് വരുമ്പോൾ ഇവിടെ UDF LDF തമ്മിലുള്ള ഒരു വേർതിരിവ് വളരെ നേർത്തതാണ്. അതുകൊണ്ടാണ് പൊതുവേ ഈ മുൻകാല ചെയ്തികൾ PDPയുടെ ആണെങ്കിലും വെൽഫെയർ പാർട്ടിയുടെ ആണെങ്കിലും മുൻകാല ചെയ്തികൾ അത്ര ആരോഗ്യപരമല്ല എന്ന അറിവ് പൊതുസാമാന്യത്തിലുണ്ട്. അത് കോൺഗ്രസ്സുകാർക്കും അറിയാം, CPMനും അറിയാം. അത് മാത്രമല്ല, ഈ രണ്ട് പാർട്ടികളും CPMും കോൺഗ്രസും ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾക്ക് വലിയ യുക്തിയൊന്നുമില്ല. കാരണം തരം പോലെ മാറ്റിയും മറിച്ചും PDPയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണ ഈ രണ്ട് കക്ഷികളും നേടിയിട്ടുണ്ട്. UDF അത് കുറച്ചുകൂടെ ഓപ്പണായിട്ട് സമ്മതിക്കുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് തൊട്ടുകൂടാത്തവരായ ആരുമില്ല, ഏത് വോട്ടാണെങ്കിലും വർഗീയമാണെങ്കിലും അല്ല എങ്കിലും പോരുന്നെങ്കിൽ പോന്നോട്ടെ. പക്ഷേ LDF ചില മൂല്യങ്ങൾ, വലിയ വായിൽ ചില വർത്തമാനങ്ങൾ പറയുന്നു. മുൻകാലങ്ങളിൽ അങ്ങനെയാണ്. ഇപ്പം ഈ മദനിയുടെ പാർട്ടി PDP മുൻകാലങ്ങളിൽ പുലർത്തിയിരുന്ന നയം തിരുത്തി ഞങ്ങളോടൊപ്പം ചേർന്നതുകൊണ്ട് ഇപ്പോൾ അവർ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ വോട്ട് വാങ്ങി എടുക്കാം എന്ന രീതിയിലേക്ക് സ്വരാജ് മാറുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1995 ലോ കോളേജിൻ്റെ ചെയർമാനെ തിരുവനന്തപുരത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള പെരുമാതുറ കടൽ തീര മേഖലയിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത് PDP പ്രവർത്തകരാണ് എന്നത് പൊതുസാമാന്യത്തിന് അറിയാവുന്നതാണ്. മുൻ SFI നേതാവ് കൂടിയായ സ്വരാജിന് അറിയാൻ വയ്യാത്ത കാര്യമല്ല. അപ്പോൾ അതൊക്കെ അങ്ങ് മറന്നുകൊണ്ട്, പൂർണ്ണമായി ആ കാലഘട്ടം എല്ലാം മറന്നുകൊണ്ട്, കോയമ്പത്തൂർ ബോംബ് സ്ഫോടനത്തിൽ ഉൾപ്പെടെ ഉള്ള മദനിയുടെ പങ്ക് എല്ലാം തന്നെ മറന്നുകൊണ്ട് PDP ഇപ്പോൾ LDFുമായി സഹകരിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. അത് മുൻകാലത്തും സഹകരിച്ചിട്ടുണ്ട്. നമ്മൾ ശംഖുമുഖം പ്രസംഗമൊക്കെ കോരിത്തെറിപ്പിക്കുന്ന വാക്കുകളിലൂടെ ശ്രീ പിണറായി വിജയൻ അന്ന് മദനിക്ക് നൽകിയ സ്വീകരണം എല്ലാം നമ്മുടെ മനസ്സിൽ ഇന്നലത്തേത് എന്നതുപോലെ തന്നെ വളരെ തെളിമയോടുകൂടി തന്നെ ഇരിക്കുന്നു.
അപ്പം അവിടെയൊക്കെ ചില സമയത്തെല്ലാം PDP കളങ്കിതമായ പാർട്ടിയാണ്, ചില സമയത്തെല്ലാം വളരെ സംശുദ്ധമായ ഒരു രാഷ്ട്രീയ കക്ഷിയാണ്, അതുകൊണ്ട് അവരുടെ പിന്തുണ സ്വീകരിക്കാം. ഇത് ഇരട്ടത്താപ്പാണ്. UDFിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി എന്ന് പറയും. 2011 മുതൽ തന്നെ വെൽഫെയർ പാർട്ടി ഈ രൂപത്തിൽ തന്നെ ഉണ്ട്. ഇവിടെ നോക്കൂ, ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയുടെ ഒരു സുരക്ഷയ്ക്ക് വലിയ ഭീഷണി, അത് പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ അട്ടിമറിയുടെ പിന്നിലാണെങ്കിലും, അത് ഒരു അകത്തു നിന്നുള്ള ഒരു ആഭ്യന്തര അട്ടിമറിയിലൂടെ മുഹമ്മദ് യൂനിസ് അധികാരത്തിൽ വരാൻ ഉള്ള സാഹചര്യം ഒരുക്കിയതിലും ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയതിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പങ്ക് വളരെ വലുതാണ്. ജമാഅത്തെ ഇസ്ലാമി ആ രാജ്യത്തിൻ്റെ ഭരണകൂടത്തെ നിയന്ത്രിക്കാൻ തുടങ്ങിയതിൽ പിന്നെ കഠിനമായ ഇന്ത്യ വിരോധം വെച്ച് പുലർത്തുന്നതും വ്യക്തമായി നമുക്കറിയാവുന്നതാണ്. അപ്പം രണ്ട് സംഘടനകൾക്കും, ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയ്ക്ക് ആഗോള ഇസ്ലാമിസ്റ്റ് സംഘടനയാണ്, കാരണം മതരാജ്യമായി ലോകത്തെല്ലാ രാജ്യങ്ങളെയും മത അധിഷ്ഠിത രാജ്യങ്ങളായി മാറ്റിയെടുക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യമുള്ള ആഗോള സംഘടനയാണ്. അതിൻ്റെ ഒരു ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിലൊരു വർഗീയത ആരോപിക്കാം. അതുപോലെ തന്നെ PDPയുടെ മുൻകാല ചെയ്തികൾ, ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു പാസ്റ്റുണ്ട്, ഒരു കഴിഞ്ഞ കാലമുണ്ട്. ഒരുപക്ഷെ ചില രീതിയിലൊക്കെ ചിലരെങ്കിലും കുറ്റവിമുക്തി നേടി പുറത്ത് വന്നിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഇത് രണ്ടും തന്നെ അതീവ അപകടകരമായ ഒരു അവസ്ഥാവിശേഷമാണ്. ഇവിടെ നോക്കൂ, മുഖ്യധാര കക്ഷികളാണ് UDFിലെ കക്ഷികൾ. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള, കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഉൾപ്പെടെയുള്ള കക്ഷികളെല്ലാം മുഖ്യധാര കക്ഷികളാണ്. അവരാരും തന്നെ വർഗീയ കക്ഷികളോ അല്ല എങ്കിൽ തീവ്രവാദ ബന്ധമുള്ള കക്ഷികളോ അല്ല. പക്ഷെ അതിലേക്ക് ഈ കളങ്കിതമായ തീവ്രവാദ ബന്ധമുള്ള കക്ഷികൾ നേരിട്ടോ അല്ലാതെയോ പ്രവേശനം നേടുന്ന ഒരു അന്തരീക്ഷമുള്ളപ്പോൾ അത് ഒരു പ്രായോഗിക രാഷ്ട്രീയം എന്ന ചെറിയ ഒരു തലക്കെട്ടിൽ അത് ഒതുക്കാനാവുമോ? ഇവിടെ 4 വോട്ടിന് വേണ്ടി, ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി മാത്രമായി എന്തിന് ആദർശങ്ങളെ ബലികഴിക്കുന്നു? ഇതൊരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും രണ്ടും വർഗീയത തന്നെയാണ്. അപ്പോൾ ഭൂരിപക്ഷ വർഗീയത എന്ന പേര് പറഞ്ഞുകൊണ്ട് BJP ആക്രമിക്കുകയും ന്യൂനപക്ഷ വർഗീയത കുഴപ്പമില്ലാത്തതാണ്, അത് സെക്യുലറാണ് എന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ വൈരുദ്ധ്യം അത് തീർച്ചയായും നോക്കിക്കാണേണ്ടതാണ്. വർഗീയത തന്നെയാണ്. ഏതെങ്കിലും ഒരു കക്ഷി മതത്തിൻ്റെ പേരിൽ പ്രവർത്തനം നടത്തിയാൽ, പൊതുപ്രവർത്തനം നടത്തിയാൽ അതിനെ വർഗീയ പ്രവർത്തനം എന്ന് പറയാം. അപ്പോൾ അത് തീർച്ചയായും ഈ ജനാധിപത്യ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് മതനിരപേക്ഷ ഇന്ത്യയിൽ അത് ഭൂഷണമല്ല. മതനിരപേക്ഷത ഊണിലും ഉറക്കത്തിലും ആവർത്തിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ 2 കക്ഷികളാണ് കോൺഗ്രസും CPM-ഉം. അവർ നേതൃത്വം നൽകുന്ന 2 മുന്നണികളാണ്, 2 ഇന്ത്യ മുന്നണിയിലെ സ്പ്ലിൻറ്റർ ഗ്രൂപ്പുകളാണ് UDF, LDF സംവിധാനങ്ങൾ. അപ്പോൾ അവർ ഈ കാര്യം ഉപയോഗിക്കുമ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ സദാചാരം എങ്ങോട്ട് പോകുന്നു? ഇത് വലിയ ചോദ്യചിഹ്നമായി വരികയാണ്. ഇനി നോക്കൂ, ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് വിജയം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു കക്ഷി ജയിക്കുമല്ലോ. UDFോ LDFോ വിജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആര് വിജയിച്ചാലും അത് വർഗീയതയുടെ, ഈ PDPയോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയോ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കും. നോക്കൂ, പാലക്കാട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ തെരുവിലിറങ്ങി ആഘോഷിച്ചത് ചില തീവ്ര സംഘടനകളല്ലേ? അപ്പം ഇതുപോലെ ഒരു അന്തരീക്ഷം സംജാതമാകുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും ഇതേ ഒരു പാറ്റേൺ. അപ്പോൾ വർഗീയമായി സംഘടിപ്പിക്കപ്പെടുന്നത് അത് ഒരു വർഗീയത മാത്രമല്ല, ഏത് വർഗീയതയും തെറ്റ് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ കേരളത്തിൻ്റെ മനസ്സ്, പുരോഗമന മനസ്സാണെന്ന് ഓർക്കണം, കേരളത്തിൻ്റെ മനസ്സ് ആ രീതിയിൽ മാറുന്നത് ആരോഗ്യപരമായ ഒരു കാര്യമല്ല. അത് മലപ്പുറം ജില്ലയിൽ സംഭവിച്ചാലും എവിടെ സംഭവിച്ചാലും അത് ആരോഗ്യപരമല്ല എന്നതാണ്. ഇവിടെ ഈ 2 കക്ഷികൾക്കും ചെറിയ തോതിലെ വോട്ടുള്ളൂ എന്ന് ഓർക്കണം. നിലമ്പൂർ മണ്ഡലത്തിൽ ഈ 2 കക്ഷികൾക്കും ഒരു 2000-3000 വോട്ടിൽ കൂടുതൽ ഉണ്ടാവില്ല എന്ന് നിശ്ചയമാണ്. പൊന്നാനി മേഖലയിലൊക്കെ കുറച്ചുകൂടെ വോട്ടുകൾ കണ്ടേക്കാം ജമാഅത്തെ ഇസ്ലാമിക്ക്. പക്ഷേ നിലമ്പൂർ മണ്ഡലത്തിൽ കേവലം 1000 മുതൽ 2000 വരെയുള്ള വോട്ടിൻ്റെ പേരിലാണ്, അതുമാത്രമാണ് ഒരു വിപ്പ് അനുസരിച്ച് ലഭിക്കാവുന്നത്, അതിൻ്റെ പേരിലാണ് ഇങ്ങനെയുള്ള പിന്തുണ തേടുന്നത് എന്ന് പറയുമ്പോൾ വലിയ ഒരു വില കൊടുക്കേണ്ടി വരും UDFനും LDFനും. ഭാവിയിൽ ഇതിൻ്റെ പാപഭാരം പേറേണ്ടി വരും, വലിയൊരു വില കൊടുക്കേണ്ടി വരും എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അതെ, തീർച്ചയായും. ശ്രീ ഹസ്കറിനോടും ശ്രീ ഹരിയോടുമുള്ള ചോദ്യം തന്നെയാണ്, എന്തിൻ്റെ പേരിൽ ആയാലും എന്തിനാണ് സ്വന്തം ആദർശങ്ങളെ ഇങ്ങനെ ബലി കൊടുക്കുന്നത് എന്നുള്ളതാണ്. ശ്രീ GV ഹരി, നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് ഉന്നയിച്ച ഒരു ചോദ്യമുണ്ട്. ഏതിൻ്റെ പേരിലായാലും സ്വന്തം ആദർശങ്ങളെ ബലി കഴിക്കാൻ പറ്റുന്നത് എങ്ങനെ എന്നുള്ളതാണ്. ഈ തിരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ, ഇത്തരത്തിൽ വർഗീയ ചർച്ചകൾ വരുമ്പോൾ, തങ്ങൾ മറ്റൊരാളെ തോൽപ്പിക്കുന്നതിനു വേണ്ടി ഇവരുടെ സഹായം തേടുന്നു എന്നുള്ളത് ഒരു ലാഘവ മനോഭാവത്തോടുകൂടി അവതരിപ്പിക്കുകയും, പക്ഷേ ജയിച്ചാലും തോറ്റാലും ആ ഒരു വിഭാഗം പിടിമുറുക്കുന്നത്
തങ്ങളുടെ ആദർശത്തിലും രാഷ്ട്രീയത്തിലുമാണ് എന്നുള്ള സത്യാവസ്ഥ ബോധ്യം വരാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഡോക്ടർ മോഹൻ വർഗീസ് അത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്ത് തലത്തിൽ എന്താ ആലോചിച്ചിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല എത്ര ആലോചിച്ചിട്ടും. കാരണം സാധാരണഗതിയിൽ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ച് ആ കാര്യങ്ങൾ പറയുന്ന ആളാണ്. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടപ്പോൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏത് വേളയിലാണ് അത്തരത്തിലൊരു പിന്തുണ ആവശ്യപ്പെട്ടത് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഇവിടെ BJPയുടെ വക്താവായിട്ടുള്ള ശ്രീ JR പത്മകുമാർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അവരെ സ്ഥിരമായി വർഗീയ പാർട്ടി എന്ന് അധിക്ഷേപിക്കുന്നതാണ്. ഞങ്ങൾ പക്ഷേ ഒരു പടി കൂടി മുകളിലേക്ക് പോയിട്ട് കേരളത്തിൽ അവർ BJPയും CPMുമായിട്ടുള്ള ബാന്ധവം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നിലമ്പൂരിൽ എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത്, അത് പറഞ്ഞിട്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം, ഇതുകൂടി പറഞ്ഞാലേ എൻ്റെ കണക്ഷൻ കറക്റ്റ് ആവുകയുള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട വേളയിൽ ഞാൻ ജനം TV-യുടെ ചർച്ചയിൽ ആ സമയത്ത് ഞാൻ പങ്കെടുത്തപ്പോൾ, അന്ന് ഷാജി രാഘവൻ ആ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. അന്ന് അതുവരെ BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. BJPയുടെ സ്ഥാനാർത്ഥിയായി പലരെയും അവർ പരീക്ഷിച്ചു. BDJS അവിടെ സ്ഥാനാർത്ഥി വേണ്ട എന്ന് സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു പ്രസ്താവന, ഞങ്ങൾ മത്സരിച്ചേക്കില്ല എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ വന്നു. അപ്പം വിമർശനമുണ്ടായി. ആളുകൾ പറഞ്ഞു തുടങ്ങി CPMും BJPയും തമ്മിലുള്ള ബാന്ധവം കൂടുതൽ ശക്തമാണ്, അതുകൊണ്ട് സ്ഥാനാർത്ഥിയെപ്പോലും നിർത്താതെ വിജയിപ്പിക്കുവാനുള്ളൊരു ശ്രമം അവർക്ക് പൂർണ്ണമായ പിന്തുണ കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വർഗീയ പാർട്ടി എന്ന് ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കുന്നത് BJP തന്നെയാണ്. അതിന് ഞങ്ങൾ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ BJPയുടെ സഹായം ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അത് CPMന് തന്നെയാണ്. കാരണം അവിടെ ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് ഏറ്റവും വീക്കായിട്ടുള്ള ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മോഹൻ വർഗീസിനെയാണ് ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയായി അവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ ഈ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് പറയാം, ഒരു 10,000 വോട്ട് അദ്ദേഹം പിടിക്കില്ല. നമ്മളിപ്പോൾ ഈ ചർച്ച കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും ഞാനും ശ്രീ JR പത്മകുമാർ അടക്കമുള്ള ആളുകൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുമല്ലോ, ഒരു 10,000 വോട്ട് അദ്ദേഹം അവിടെ നിന്ന് പിടിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ നിർത്തിയിരിക്കുന്നത് BJP നിർത്തിയിരിക്കുന്നത് CPMനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം BJP അടക്കമുള്ള വർഗീയ പാർട്ടികളിൽ നിന്ന് വോട്ട് സമാഹരിച്ച് വിജയിപ്പിക്കുക അല്ലെങ്കിൽ വിജയം നേടുവാൻ ശ്രമിക്കുന്ന CPMനെ എങ്ങനെയും തറപറ്റിക്കുക എന്നുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് രോഹിണി. അതിനകത്ത് ഞങ്ങൾക്ക് ഒരു വിഷമവുമില്ല. അതുകൊണ്ട് എന്നിട്ട് പോലും ഞങ്ങൾ ഒരാളുടെയും വീട്ടിൽ പോയി അല്ലെങ്കിൽ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാരുടെ വീടുകളിൽ ഞങ്ങൾ കയറി ഇറങ്ങുന്നുണ്ട്, അവിടുത്തെ കുടുംബ സംഗമങ്ങളിൽ ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഒരു വർഗീയ ശക്തികളുടെയും ഓഫീസുകളിൽ പോയി ഞങ്ങളാരും വോട്ട് ഞങ്ങൾക്ക് നൽകണമെന്ന് പറഞ്ഞിട്ടില്ല. ആളുകൾ തിരഞ്ഞെടുപ്പാകുമ്പോൾ അവരുടെ വോട്ട് ഞങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും വേണ്ട എന്ന് പറയാനുള്ള രാഷ്ട്രീയ മൗഢ്യം അല്ലെങ്കിൽ മണ്ടത്തരമൊന്നും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണിക്കില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവരെല്ലാവരും നിലമ്പൂരിലെ വോട്ടർമാരാണ്. ആ നിലമ്പൂരിലെ വോട്ടർമാരെന്ന് മാത്രമല്ല ഞങ്ങൾ കാണുന്നത്, കേരളത്തിലെ ജനങ്ങളുടെ ഒരു ഒരു സാമ്പിളായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. തെരഞ്ഞെടുപ്പിനെയും ഞങ്ങൾ അത്തരത്തിലാണ് കാണുന്നത്. കൊണ്ട് ഞങ്ങൾക്ക് പിണറായി വിജയനെ എതിർക്കാൻ അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് സഹായിക്കുന്ന എല്ലാവരുടെയും വോട്ട് ഞങ്ങൾ വാങ്ങിക്കുന്നതിൽ എന്താണ് ഡോക്ടർ മോഹൻ വർഗീസ് തെറ്റായിട്ടുള്ളത്? അങ്ങ് പറയൂ, ഞങ്ങൾ ഏത് വർഗീയ പാർട്ടിയുടെ ഓഫീസിൽ പോയിട്ടാണ് ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്? ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോടാണ് വോട്ട് ചോദിച്ചിട്ടുള്ളത്. ഞങ്ങൾ നിലമ്പൂരിലെ സാധാരണക്കാരോടാണ് ഞങ്ങൾ വോട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടിൽ ഒരു മാറ്റവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഞാൻ പരസ്യമായി BJP വർഗീയ പാർട്ടിയായി പ്രവർത്തിക്കുന്നു, വർഗീയതയെ പോഷിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഈ ഫ്ലോർ ഇരുന്നുകൊണ്ട് ഞാൻ പറയുന്നത് കൊണ്ട് തന്നെയാണ്. അതിന് മാത്രമല്ല, ഒരു പടി കൂടി കടത്തിക്കൊണ്ട് ഞാൻ കൃത്യമായി പറഞ്ഞു, ഇവിടെ CPMനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് BJP ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അവർ രണ്ടാമത് അധികാരത്തിൽ വന്നതും അങ്ങനെ തന്നെയാണ് എന്നുള്ളത് 100% വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവരുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ CPM രണ്ടാമതും പിണറായി 2.0 വരാൻ സാധിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനും. വ്യക്തിപരമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയാൻ ഞങ്ങൾ തയ്യാറല്ല. അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വോട്ട് മാത്രം മതി എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നിലപാടുകളിൽ ഒരു ഉള്ളം ചേർക്കലുകൾ ഞങ്ങൾ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് അതിനെ താരതമ്യം ചെയ്യാൻ കഴിയില്ല. എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രാഷ്ട്രവിരുദ്ധത തന്നെയാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ അവരുടെ വോട്ട് ഞങ്ങൾ അങ്ങ് സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് സാധിക്കുന്നത്? എന്നിട്ട് നിങ്ങൾ അതേ നിലപാടിൽ നിൽക്കുമ്പോഴാണ് BJPയെയും RSSനെയും വർഗീയ പാർട്ടി എന്ന് വിശേഷണം ചെയ്യുന്നതും. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി എന്ന രാഷ്ട്രവിരുദ്ധ ശക്തിയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അവരെങ്ങനെയാണ് നമ്മുടെ പൗരന്മാരാകുന്നത്, നിലമ്പൂരിലുള്ള വോട്ടർമാരാകുന്നത്? അങ്ങനെയാണെങ്കിൽ RSSും BJPയും ഒക്കെ നിങ്ങൾക്ക് വിമർശിക്കാൻ എന്ത് അധികാരമാണുള്ളത്? അവരും സാധാരണക്കാരായ പൗരന്മാർ തന്നെയല്ലേ?
രോഹിണി, ഇതിനകത്ത് അവർ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരാണെങ്കിൽ ഇത്തവണ അവർ വോട്ട് ചെയ്യേണ്ടത് UDF-നാണ്. കാരണം നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തിൻ്റെ വികസന തകർച്ച അല്ലെങ്കിൽ കേരളം നേരിടുന്ന വികസന തകർച്ചയെക്കുറിച്ച് നിങ്ങളൊന്ന് പരിശോധിക്കണം. താങ്കളൊരു മാധ്യമ പ്രവർത്തകയാണല്ലോ. കഴിഞ്ഞ 9 വർഷം സാധാരണഗതിയിൽ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, പല എക്കണോമിസ്റ്റുകൾ, ഇപ്പം മേരി ടീച്ചറിനെ പോലുള്ള ആളുകളൊക്കെ പല ചർച്ചകളിലും, ഇപ്പം ഡോക്ടർ മോഹൻ വർഗീസും ഞാനും അതോടൊപ്പം തന്നെ ഡോക്ടർ മേരി ജോർജും ഒക്കെ ഒരുപാട് ബജറ്റ് ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ ബജറ്റ് ചർച്ചകളിലൊക്കെ തന്നെ ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ എക്കണോമിസ്റ്റുകളുടെ ഒരു വാദം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വികസനം നടക്കാത്തത് അവിടെ ഈ ഭരണ തുടർച്ച ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തിന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് CPM ആണ്. BJP-യുടെ സഹായത്തോടെ ഞാൻ വീണ്ടും അടിവരയിടുകയാണ്. BJP-യുടെ സഹായത്തോടു കൂടി അവർ ഭരിക്കുകയാണ്. അങ്ങനെ ഭരിച്ചുകൊണ്ടിരിത്തിട്ട് പോലും അവർക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. എന്ത് വികസനമാണ് കേരളത്തിൽ അവർ കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത്? അതുമാത്രമല്ല, ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങളിൽ എന്ത് സമീപനമാണ് അവർ സ്വീകരിച്ചത്? തിരുവനന്തപുരത്ത് എത്രയോ ദിവസങ്ങൾ നീണ്ടുനിന്ന 100 ദിവസത്തോളം നീണ്ടുനിന്ന ആശാവർക്കർമാരുടെ സമരത്തിന് എത്രയോ നേതാക്കന്മാർ, ഞങ്ങളുടെ നേതാക്കന്മാർ ആ സമരത്തിൽ, അത് ഞങ്ങളുടെ രാഷ്ട്രീയ സമരമൊന്നുമായിരുന്നു, ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചെയ്ത സമരമാണ്. ആ സമരത്തിൽ ഞാൻ എൻ്റെ സുഹൃത്ത് AR പത്മകുമാർ അടക്കമുള്ള നേതാക്കന്മാരെയൊന്നും അവിടെ ഒന്നും കണ്ടില്ല. അവിടെ സുരേഷ് ഗോപി വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഞങ്ങളുടെ നേതാക്കന്മാരും അവിടെ ഞങ്ങളുടെ നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവ് അടക്കം ശ്രീ രമേശ് ചെന്നിത്തല അടക്കം അതോടൊപ്പം KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാർ ആ സമരത്തിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ, ആശാവർക്കർമാരെന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരുടെ നേർചിത്രമാണ്. അവരുടെ ആ സമരത്തിൽ ഞങ്ങൾ സഹായിച്ചു. അവിടെയൊന്നും ഇവരെ ആരെയും കണ്ടില്ലല്ലോ. ഇവരൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ വർഗീയത പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്ന ആളുകളാണ് BJP അടക്കമുള്ള ആളുകൾ. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള CPM-നെ അവർ സഹായിക്കാൻ നിൽക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള, രോഹിണി ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി എനിക്ക് പറയാനുള്ളത്, RSS-ഉം അതോടൊപ്പം തന്നെ BJP-യും അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവിടുത്തെ നിലമ്പൂരിലെ വോട്ടർമാരാണെങ്കിൽ അവരും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. കാരണം ഒറ്റ അജണ്ടയെ ഞങ്ങൾക്കുള്ളൂ. കഴിഞ്ഞ 9 വർഷക്കാലം കേരളത്തെ 10-25 വർഷക്കാലം പിന്നോട്ടടിച്ച പിണറായി സർക്കാരിനെ താഴെ ഇറക്കാൻ ഞങ്ങൾക്ക് കിട്ടുന്ന ആദ്യത്തെ അവസരമാണ്, ഒരു സംശയവുമില്ല. അതുകൊണ്ട് നിലമ്പൂരിലെ വോട്ടറായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിലമ്പൂരിലെ വോട്ടർ ആരോ ആയിക്കോട്ടെ, അവർ UDF-ന് വോട്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു വർഗീയ പാർട്ടിയുടെ ആഫീസിൽ പോയി UDF ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഇതുവരെ അഭ്യർത്ഥിച്ചിട്ടില്ല. സാധാരണക്കാരായ നിലമ്പൂരുള്ള വോട്ടർമാരോട് ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കും. അവിടെയുള്ള കുടുംബങ്ങളിൽ പോവും, വീടുകളിൽ പോവും, ഞങ്ങൾ വോട്ട് ചോദിക്കും. ശരി, എന്തായാലും CPM-ന്റെ നിലപാട് വ്യക്തമാക്കാൻ ഇടതു നിരീക്ഷകനായ ഡോക്ടർ ഹസ്കർ ഇല്ല. അദ്ദേഹം ചർച്ചയിൽ നിന്ന് നേരത്തെ പോകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വളരെ നേരത്തെ തന്നെ അതിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. ശ്രീ JR പത്മകുമാർ, ഒരു ഭാഗത്ത് CPM-ഉം കോൺഗ്രസും BJP-യെ തോൽപ്പിക്കുന്നതിനായി രൂപീകരിച്ച ഇന്ത്യ മുന്നണി നിലവിലുണ്ട്. പ്രാദേശികമായി ഇവർ രണ്ടുപേരും മത്സരിക്കുന്ന സാഹചര്യവുമുണ്ട്. ഇവർ രണ്ടുപേരും വർഗീയവാദികളെയും മതമൗലികവാദികളെയും കൂട്ടുപിടിക്കുന്ന സാഹചര്യവുമുണ്ട്. എന്നിട്ട് ഒരാൾ തങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ എങ്ങനെ നിഷേധിക്കാൻ കഴിയും എന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു. മറ്റേ കൂട്ടറാകട്ടെ ഇതൊരു പീഡിത വിഭാഗമാണ് എന്നുള്ള ഇരവാദവുമായി മുന്നോട്ട് വരുന്നു. ഇവർ രണ്ടുപേരും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ BJP-യെ പഴിചാരാൻ വേണ്ടി പ്രയോഗിക്കുന്ന ഏറ്റവും വിശേഷമായ ലക്ഷണം എന്ന് പറയുന്നത് വർഗീയ പാർട്ടി എന്നുള്ളതാണ്. അതുമാത്രമല്ല, കോൺഗ്രസ് പറയുന്നു CPM BJP സഖ്യമാണെന്ന്, CPM പറയുന്നു കോൺഗ്രസ് BJP സഖ്യമാണ് എന്നുള്ളത്. ഇങ്ങനെ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഇവർ നടത്തുന്നുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി ഇവരുടെ സ്വഭാവം എന്താണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതിനു മുന്നേ എൻ്റെ സുഹൃത്ത് JV ഹരി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് 1-2 മറുപടി പറയാതെ പോകുന്നത് ഈ അവസരത്തിൽ ശരിയല്ല. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഞങ്ങളും BJP-യും CPM-ഉം പരസ്പരം ധാരണയിലാണ് എന്നുള്ള കാര്യം, അത് മറുപടി അർഹിക്കാത്തൊരു ചോദ്യമാണ്. അതുകൊണ്ട് അതിനെ മറുപടി തന്നെ പറയേണ്ട കാര്യമില്ല. രാഷ്ട്രീയ തിമിരം ബാധിച്ചതുകൊണ്ട് അത് അത്തരത്തിലൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായതാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം, അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്കറിയാം എന്താണ് CPM-ൻ്റെ നിലപാട്, എന്താണ് BJP-യുടെ നിലപാട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെന്നുള്ള കാര്യം അവർക്കറിയാം. ഇവരുമായി ഒളിഞ്ഞും തെളിഞ്ഞും സഖ്യത്തിലുണ്ടാക്കിയിട്ടുള്ളത് ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും BJP എതിർക്കുക എന്നുള്ളൊരു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ധാരണ ഉണ്ടാക്കിയിട്ടുള്ളത് CPM-ഉം കോൺഗ്രസുമാണ്. അതിൽ യാതൊരു അല്ല. ഇന്ത്യയിൽ തന്നെ ഒരു വലിയൊരു സഖ്യം BJP എതിർക്കാൻ ഉണ്ടാക്കിയതിൽ ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ BJP-യായി കേരളത്തിൽ അവരുടെ സഖ്യത്തിലുള്ളൊരു കക്ഷി തന്നെ ബന്ധപ്പെടുകയാണെങ്കിൽ ധൈര്യമായ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുക, അവരുടെ നേതാക്കൾ പറയുക, ഇനി മേലിൽ ഇന്ത്യ സഖ്യത്തിൽ CPM പാടില്ല, നിങ്ങൾ BJP എന്താ പറയാത്തത്? പറയാൻ കഴിയില്ല. കാര്യം അവർക്ക് അത് ആ രീതിയിലൊരു നിലപാട് പരസ്യമായി പറയാൻ കഴിയില്ല, അവരോട് പറയാൻ കഴിയില്ല. എന്നിട്ട് BJP-യും CPM-ഉം ധാരണ ഉണ്ടാകും എന്ന് പറയാം. കേരളത്തിൽ എന്താ ഇന്ത്യ സഖ്യം ഉണ്ടാകാത്തത്?
ഉണ്ടാകാത്തതിലൊരു പ്രധാന കാരണം BJP കേരള രാഷ്ട്രീയത്തിൽ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ കക്ഷിയായി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നത് പോലുള്ള ഇന്ത്യ സഖ്യം കോൺഗ്രസും CPM-ഉം കോൺഗ്രസും CPM-ഉം ധാരണയുണ്ടാവും. ഒരു സംശയവും വേണ്ട. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ പല മണ്ഡലങ്ങളിലും BJP ഒന്നാമത്തെ രണ്ടാമത്തെ കക്ഷി ആകാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇവർ പരസ്പരം മത്സരിക്കുന്നത്. നാളെ അത് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇന്നിപ്പോൾ BJPയെ സപ്പോർട്ട് ചെയ്യുന്ന CPM എന്ന് പറയുന്ന കോൺഗ്രസും CPM-ഉം തന്നെ ധാരണയുണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് ആശാസമരത്തിൻ്റെ കാര്യം. ആശാസമരത്തിൽ കോൺഗ്രസ് എന്താണ് നിലപാടെടുത്തിട്ടുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ കേന്ദ്രമന്ത്രി ആ സമരത്തിൽ പങ്കെടുത്തു. മുൻ കേന്ദ്രമന്ത്രിയും വിദേശകാര്യ സഹമന്ത്രിയുമായിരുന്ന മുരളീധരൻ നിരവധി തവണ ആശാസമരത്തിൽ പങ്കെടുത്തു. ഞങ്ങളുടെ മഹിളാ നേതാവ് ശോഭാ സുരേന്ദ്രൻ പങ്കെടുത്തു. ഞങ്ങളുടെ NDAയുടെ നേതാവ് BJP നേതാവുമായ PK കൃഷ്ണദാസ് പങ്കെടുത്തു. മുൻ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ പങ്കെടുത്തു. അങ്ങനെ നിരവധി നേതാക്കന്മാർ ആശാസമരത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കി ഓരോ ഘട്ടത്തിലും ഞങ്ങൾ പങ്കെടുത്തു. ഞങ്ങളല്ല സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്, ഞങ്ങൾക്കതിന് പിന്തുണ കൊടുക്കുകയും സമരത്തിൽ ആവശ്യമായ സഹകരണം ചെയ്തു കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് വരെ BJP സമരത്തെ തള്ളിപ്പറഞ്ഞുവെന്നോ അല്ലെങ്കിൽ BJPയുടെ നിലപാടുകളെ ആശാസമരത്തിലുള്ള ആളുകളാരും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാരും തള്ളിപ്പറഞ്ഞിട്ടുമില്ല. ഇവർ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് മുതലെടുക്കാൻ ശ്രമിച്ചു, അത് നടന്നില്ല എന്നുള്ളത് മാത്രമാണ് ആശാസമരത്തെക്കുറിച്ചുള്ള കാര്യം. പിന്നെ രണ്ടാമത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ചും നിലമ്പൂർ നിലപാടിനെ കുറിച്ചും പറഞ്ഞത്, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ രണ്ട് നേതാക്കന്മാർ മുകളിൽ ഇരുന്നു കൊണ്ട് ഒരു വീട്ടിലുള്ള ആളുകൾ ഇരുന്നല്ല തീരുമാനം എടുക്കുന്നത് പോലെ BJPക്ക് തീരുമാനം എടുക്കാക്കില്ല. NDAയെ സംബന്ധിച്ചിടത്തോളം NDAയുടെ മീറ്റിംഗ് കൂടി, ആ മീറ്റിങ്ങിൽ സ്ഥാനാർത്ഥി വേണോ വേണ്ടയോ ആര് മത്സരിക്കണം എന്നുള്ളൊരു നിലപാട് ചർച്ച ചെയ്തു. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥി നിർത്തി. അതിൽ ആരും സംശയമില്ല. നേരത്തെ NDA അവിടെ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ NDA ഘടകകക്ഷി എന്നുള്ളതിൽ അവർക്ക് അങ്ങനെ ഒരു ക്ലെയിം ഉണ്ടോ, അവർക്ക് കൊടുത്താൽ അവർ മത്സരിക്കുമോ എന്നുള്ള കാര്യം ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ചർച്ച ചെയ്തതിന് ശേഷം നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി മത്സരിക്കുമെന്ന് തീരുമാനമെടുത്ത് വളരെ ആ മണ്ഡലത്തിൽ വളരെ സ്വാധീനമുള്ള അവിടുത്തെ പൊതുപ്രവർത്തകരായി അവിടുത്തെ വളരെ കാലം അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള അഭിഭാഷകനായ അവിടുന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി ഞങ്ങൾ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് നോമിനേഷൻ കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പുറകോട്ട് മാറി അങ്ങോട്ട് മുന്നോട്ട് പോയില്ല എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് ഇനി പറയേണ്ട കാര്യവുമില്ല. ഞങ്ങൾ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം അടുത്ത് പറഞ്ഞോട്ടെ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ചോദ്യങ്ങൾക്കില്ല ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞല്ലോ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. അദ്ദേഹം 10,000 വോട്ട് തികയ്ക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിലേക്കാണ് ഉത്തരം കൂടി. രാഷ്ട്രീയ അത് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ശക്തമായി നിൽക്കുന്ന ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ഒരു മുന്നണിയുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ഈ രീതിയിൽ പന്തയക്കെട്ടുകൾ ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. പന്തയക്കെട്ടുകയാണെങ്കിൽ നമുക്ക് ഈ സന്ദർഭത്തിലല്ലല്ലോ എപ്പോഴും പന്തയക്കെട്ട്. ഒരു രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങളെടുത്ത രാഷ്ട്രീയ സത്യസന്ധത ഇല്ലായ്മയാണ്. നിങ്ങളിപ്പോൾ പറയുന്നുണ്ടല്ലോ വളരെ കാര്യം, ഞങ്ങൾക്ക് ആര് വേണമെങ്കിലും വോട്ട് ചെയ്യാം. ഒരു വോട്ടർ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ മുന്നണിക്കോ വോട്ട് ചെയ്യുന്നതല്ല പ്രശ്നം. ഏറ്റവും വലിയൊരു ഭീകരവാദ സംഘടന, ഒരു വിധ്വംസകമായിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിന് തന്നെ നാശമാകാൻ കഴിയുന്ന ഒരു സിദ്ധാന്തം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന കേരളത്തിൽ നിങ്ങൾക്ക് മൊത്തമായി പിന്തുണ നൽകുമെന്ന് പറയുമ്പോൾ ആ പിന്തുണ വേണമോ വേണ്ടയോ എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. ഒരു വോട്ടർ ഒരു മുന്നണിക്ക് ഒരു സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുന്നത് പോലെയല്ല ഒരു ഭീകരവാദ സംഘടന അങ്ങനെ ഒരു ഭീകരവാദ ആശയം വെച്ച് പുലർത്തുന്ന ഒരു ലോകത്ത് തന്നെ ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രം ഉണ്ടാക്കണം, ഒരു ഭരണക്രമം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഘടന മൊത്തത്തിൽ നിങ്ങൾക്ക് പിന്തുണ നൽകുന്നു എന്ന് പറയുമ്പോൾ അത് വേണോ വേണ്ടയോ? പാലക്കാട് ഇങ്ങനെ എല്ലാവരും നിലപാട് അവിടുത്തെ നിങ്ങളുടെ സ്ഥാനാർത്ഥി അന്ന് വ്യക്തമായി പറഞ്ഞു, ഒരു വർഗീയ സംഘടനകളുടെയും ഒരു ഭീകരവാദ സംഘടനയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ അതേ സംഘടന ആ രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ മുന്നണി ഇവിടെ വരുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ ഒരു അസോസിയേറ്റ് മെമ്പറാക്കാൻ നിങ്ങളുടെ മുന്നണിയിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് നിങ്ങളുടെ നിലപാടെന്ത്? നിങ്ങൾ മുന്നണിയിൽ എടുക്കുമോ എന്ന് പറയുമോ? ഈ വോട്ടിൻ്റെ എത്ര കിട്ടുമെന്നുള്ള അല്ലല്ലോ, അസോസിയേറ്റ് മെമ്പറാക്കി മാറ്റാൻ നിങ്ങൾ ശ്രമിക്കുമോ? അല്ലെങ്കിൽ നാളെ അത് ഉണ്ടാവുമോ ഇല്ലെന്ന് പറയാൻ കഴിയുമോ? ഇതുപോലുള്ള ഒരു വിധ്വംസ സംഘടനയെ, ലോകത്തിന് ഭീഷണിയായിട്ടുള്ള ഒരു സംഘടനയെ അവരുടെ വോട്ട് അവരുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ജനാധിപത്യ വിശ്വാസികൾ മതേതരത്വവാദികൾ വോട്ട് ചെയ്താൽ മതി എന്ന് പറയാൻ കഴിയുമോ? ഈ ഇപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പിതാവ്
ആര്യാടൻ മുഹമ്മദ് എന്ത് ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ പോലും വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇതേ നിലപാട് തന്നെയാണ് CPM-ഉം ഈ PDP-യുടെ കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ പറയുന്ന രാഷ്ട്രീയ നിലപാടുകളും അല്ലെങ്കിൽ നിങ്ങൾ ആരോട്ടിയും ചെയ്താലും സ്വീകരിക്കുമെന്ന് പറയും നിഷ്കളങ്കമായ നിലപാടല്ല. ഈ മതമൗലികവാദികളോട് സന്ധി ചെയ്യുന്ന നിലപാട് തന്നെയാണ്. ഇത് ഒരിക്കലും നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല. ഈ വരും കാലങ്ങളിൽ ഇപ്പോൾ തൽക്കാലം ഒരു 10,000, 1000, 2000 വോട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പാതകത്തിന് കൂട്ടുനിന്നാൽ, അതിനോടൊപ്പം നിന്നാൽ വരാൻ പോകുന്നത് വലിയ രീതിയിലുള്ളൊരു തിരിച്ചടിയായിരിക്കും കേരളത്തിൽ കോൺഗ്രസിനും UDF-നും നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ് സത്യം. അതെ, അതുമാത്രമല്ല പൊതുസമൂഹത്തിനും അതൊരു ഭീഷണിയായി ഇനി വരും കാലങ്ങളിൽ വളർന്നു വരും എന്നുള്ളത് തന്നെയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ രാഷ്ട്രീയ സദാചാരം ബലി കഴിക്കപ്പെടുകയാണ്. അതായത് തീവ്ര മതമൗലികവാദികൾ ഇത്തരത്തിൽ രാഷ്ട്രീയ സംഘടനകൾ രൂപീകരിക്കുകയും അവരുടെ പിന്തുണ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞ് അതാത് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് കയറി കഴിയുമ്പോൾ അത് LDF ആയാലും UDF ആയാലും അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനമോ പൊതു സമൂഹത്തിന് ഗുണകരമാകുന്ന രീതിയിലുള്ള പ്രവർത്തനമോ ഒന്നും ആയിരിക്കണമെന്നില്ല. അവരുടെ ആശയങ്ങളൊക്കെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ ഒരു അജണ്ടയുണ്ടാകും. ഇവിടെ PDP-യെ ന്യായീകരിക്കാൻ ശ്രമിച്ച MV ഗോവിന്ദന്റെ വാക്കുകൾ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുൻപുള്ള CPM അല്ല ഇപ്പോൾ എന്നുള്ളത്. അദ്ദേഹം കൂടുതൽ ദുർബലനായിരിക്കുന്നു, അല്ലെങ്കിൽ CPM കൂടുതൽ ദൗർബല്യങ്ങളിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ PDP-യെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതും ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയുന്നതുമൊക്കെ. നാളെ ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായം വേണമെങ്കിൽ ഇതേ നയം തന്നെ അവിടെയും പിന്തുടരുമായിരിക്കാം. എന്തായാലും രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന ഈ നിലപാട് ഒരു അപകടകരമായ സാഹചര്യത്തിലേക്ക് തന്നെയല്ലേ നയിക്കുന്നത്? പ്രത്യേകിച്ച് പൊതുസമൂഹത്തിന് നാളെ ഒരുപക്ഷെ ഇതൊരു വലിയ ഭീഷണിയാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുകയില്ലേ? തീർച്ചയായും രോഹിണി, മുഖ്യധാരാ കക്ഷികൾ CPM ഉൾപ്പെടെയുള്ള മുഖ്യധാരാ കക്ഷികൾ പുലർത്തുന്ന ഈ ഒരു സമീപനം അപകടകരമായ ഒരു ദിശയിലേക്കാണ് സംസ്ഥാന രാഷ്ട്രീയത്തെയും ദേശീയ രാഷ്ട്രീയത്തെയും കൊണ്ടുപോകുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം ഇവിടെ നോക്കൂ, ഒരു സൈദ്ധാന്തിക അടിത്തറയുള്ള ഒരു പാർട്ടിയായിട്ടാണ് CPM-നെ കാണുന്നത്. CPM-നെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം, ഇഷ്ടപ്പെടാത്തവരുണ്ടാകാം. പക്ഷേ അവർക്കൊരു കൃത്യമായ രാഷ്ട്രീയമുണ്ടായിരുന്നു. പരമ്പരാഗതമായി ചരിത്രപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് കൃത്യമായ രാഷ്ട്രീയമുണ്ടായിരുന്നു, നിലപാടുകളുണ്ടായിരുന്നു. ഇപ്പോൾ ആ നിലപാടുകളിൽ വലിയ തോതിൽ വെള്ളം ചേർക്കുന്നു. മുൻകാലങ്ങളിൽ പറഞ്ഞിരുന്നത് അടവ് നയം എന്നാണ്. മുസ്ലിം ജനസാമാന്യത്തെ കൂടെ നിർത്താനായി അടവ് നയം എന്ന രീതിയിൽ ചില മുസ്ലിം സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ അടക്കുന്നു. ടാക്ടിക്കൽ വോട്ടിങ്ങിലേക്ക് നീങ്ങുന്നു. പ്രത്യേകിച്ചും മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല, കാസർഗോഡ് ജില്ല, അവിടെയൊക്കെയുള്ള മുസ്ലിം ബെൽറ്റുകളിൽ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടി ആ രീതിയിൽ. അപ്പം MV രാഘവൻ മുൻകാലങ്ങളിൽ കൊണ്ടുവന്ന ബദൽ രേഖ, ആ രേഖ ചർച്ച ചെയ്യുകയും അത് MV രാഘവൻ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു പോവുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമുണ്ടായി. അപ്പോൾ അതൊക്കെ ഒരു മോഡറേറ്റ് അറ്റംപ്റ്റാണ് മുസ്ലിം വോട്ടുകളിലേക്ക് കടന്നു കയറാനുള്ള, മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് വേരുകൾ ഉറപ്പിക്കാനുള്ള CPM-ൻ്റെ ശ്രമം. അതൊരു ജനാധിപത്യ ക്രമത്തിൽ ആവശ്യമാണ്. അത് നമുക്ക് അംഗീകരിക്കാം. ഇപ്പോൾ തിരിച്ച് നോക്കുമ്പോൾ അതൊക്കെ അംഗീകരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ അതല്ല അവസ്ഥ. CPM-ൻ്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് ഇടതുപക്ഷ മുന്നണിയുടെ പൊതുവെയും CPM-ൻ്റെ ഭാഗത്ത് കൃത്യമായ ഒരു രാജ്യവിരുദ്ധ നിലപാടുകളുള്ള ചില സംഘടനകളെ വെള്ളപൂശാൻ നടന്ന ശ്രമം. അവരുടെ വോട്ട് സ്വീകരിക്കുന്നു എന്നത് മാത്രമല്ല, അവരുടെ മുൻകാല ചെയ്തികളെ എൻഡോഴ്സ് ചെയ്യുകയും ഇപ്പോൾ അവർ പൂർണ്ണമായി കുറ്റവിമുക്തി നേടി ദേശീയ മുഖ്യധാരയിൽ അവരെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സത്യവിരുദ്ധമായ ഒരു കാര്യമാണ്. വോട്ടിന് വേണ്ടി അത് ചെയ്യുന്നത് ശരിയല്ല. ഇനി മൊത്തത്തിലുള്ള കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഒരു നിരീക്ഷണം നടത്തുകയാണെങ്കിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് രീതികളിലേക്ക് തിരിഞ്ഞിട്ടുള്ളൂ. അതാണ് കേരളത്തിൻ്റെ ഒരു ഐശ്വര്യം, കേരളത്തിൻ്റെ ഒരു ശക്തിയും ബലവും അതാണ്. വലിയ രീതിയിലൊന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ രാഷ്ട്രീയ കക്ഷികൾ തിരഞ്ഞെടുപ്പ് ലാഭത്തിന് വേണ്ടി, നേട്ടത്തിന് വേണ്ടി തീവ്ര റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് വിഭാഗങ്ങളെ കൂട്ടത്തിൽ ചേർക്കുകയും അവരുടെ ചെയ്തികളെ വെള്ളപൂശുകയും ചെയ്താൽ തീർച്ചയായും അതിൽ വലിയ സ്വീകാര്യത ജമാഅത്തെ ഇസ്ലാമിക്കും PDP-ക്കും മറ്റ് റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് വിഭാഗങ്ങൾക്കും വൻ സ്വീകാര്യത ലഭിക്കും. ഇവിടെ നോക്കൂ, UDF-ൻ്റെ ഭാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം മുസ്ലിം ജനസാമാന്യത്തിന് പിന്തുണയുണ്ട് എന്ന് ഞാൻ കരുതുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്ഥിതി ചെയ്യുന്നത്. അത് UDF സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അതൊരു അപകടകരമായ പാർട്ടിയേ അല്ല. തീർച്ചയായും ഏറെക്കാലമായി UDF സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ദേശീയതയിൽ വിശ്വസിക്കുന്ന കക്ഷിയാണ്. ഇവിടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ വിട്ട ആളുകളുടെ കൂട്ടത്തിൽ മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള നേതാക്കൾ, UDF നേതാക്കൾ, മുസ്ലിം ലീഗ് നേതാക്കൾ ഉണ്ടായിരുന്നു. അവർ
കൃത്യമായ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നത് അഭിമാനകരമായ ഒരു കാര്യവുമാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ദേശീയതയെക്കുറിച്ച്, മുസ്ലിം ലീഗിൻ്റെ ദേശീയതയെക്കുറിച്ചോ രാഷ്ട്ര സമർപ്പണത്തെക്കുറിച്ചോ എനിക്ക് ഒരിക്കലും ആക്ഷേപം പറയാനൊക്കില്ല. കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയതയെക്കുറിച്ചും എനിക്ക് ആക്ഷേപമില്ല. പക്ഷേ ഈ മുസ്ലിം ലീഗും കോൺഗ്രസും ചേരുന്ന ഒരു സംവിധാനം, UDF എന്ന പ്രധാന സംവിധാനത്തിൽ ഒരു കക്ഷി ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പം ശ്രീ ജി വി ഹരി, ഡോക്ടർ ജി വി ഹരി സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾ അവരുടെ പുറകെ നടന്ന് പിന്തുണ തേടിയില്ല എന്ന് പറഞ്ഞല്ലോ. പിന്തുണ തേടിയിട്ടില്ല, പക്ഷേ അത് അവരുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു രാഷ്ട്രീയ കക്ഷിയായ കക്ഷിയുടെ ആവശ്യമാണ്, വെൽഫെയർ പാർട്ടിയുടെ ആവശ്യമാണ് അവരെ എക്സോണറേറ്റ് ചെയ്യപ്പെടുക. ഒരു മുഖ്യധാര മുന്നണിയിൽ പ്രവേശനം ലഭിക്കുമ്പോൾ, നേരിട്ടോ അല്ലാതെയോ അസോസിയേറ്റ് മെമ്പറായിട്ടോ അല്ലാതെയോ പ്രവേശനം ലഭിക്കുമ്പോൾ അവർ വിസിബിലിറ്റി ആർജിക്കുകയാണ്. UDF പ്രവർത്തകരോടൊപ്പം തന്നെ ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകരും കൂടി അണിചേരുമ്പോൾ അവർക്ക് കുറച്ചുകൂടി സ്വീകാര്യത കിട്ടുകയാണ്. അങ്ങനെ UDF സംവിധാനം എന്തിനു വേണ്ടിയാണ് ഈ പറയുന്ന വെൽഫെയർ പാർട്ടിക്ക് സ്വീകാര്യത നേടിക്കൊടുക്കുന്നത്? എന്തിനും അതേ ശ്വാസത്തിൽ ഞാൻ ചോദിക്കും, LDF സംവിധാനം എന്തിനു വേണ്ടിയാണ് അബ്ദുൾ നാസർ മദനിയുടെ PDPക്ക് വലിയ വിശ്വാസ്യത കേരളത്തിൽ നേടിക്കൊടുക്കുന്നത്? അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായം കൺഫ്യൂസ്ഡ് ആകും. കാരണം മുസ്ലിം ലീഗ് എന്ന കക്ഷി നിരുപദ്രവകാരിയായ കക്ഷിയാണ്, ദേശീയവാദി കക്ഷിയാണ്. പക്ഷേ ഈ കക്ഷികളുടെ ഇൻറ്റൻഷൻസിനെ കുറിച്ച് സംശയമുള്ളത് കൊണ്ട് ഈ ആളുകളുമായി പരസ്യമായ ബാന്ധവം ഇല്ല എന്ന നിലപാട് എടുത്താൽ ഒരു ചെറിയ നഷ്ടം ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. അവരുടെ വോട്ടുകൾ ഒരുപക്ഷെ മരവിപ്പിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ചിതറിപ്പോയേക്കാം. പക്ഷേ അതുകൊണ്ട് ആത്യന്തികമായി CPM-നും കോൺഗ്രസിനും ഉണ്ടാകുന്ന വിശ്വാസ്യതയേക്കാൾ വലിയ നഷ്ടമാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയം. ഇതുകൊണ്ടൊന്നും BJPക്ക് വലിയ നേട്ടമുണ്ടാകുമെന്ന് എനിക്ക് കരുതാനാവില്ല. ഇവിടെ പറഞ്ഞു BJPക്ക് ഒരു നമ്പർ സൂചിപ്പിക്കാമോ എന്ന് പറഞ്ഞു. 10,000 വോട്ട് ഡോക്ടർ ജി വി ഹരി ചോദിച്ചു, ജെ പത്മകുമാർ സാറിനോട് ചോദിച്ചു, 10,000 വോട്ട് തികച്ചു കിട്ടുമോ എന്ന്. ഒരുപക്ഷെ കിട്ടില്ലായിരിക്കാം, കിട്ടില്ലായിരിക്കാം. 17,000 വോട്ടാണ് BJPക്ക് പരമാവധി ഈ മണ്ഡലത്തിൽ സ്വീകരിക്കാൻ കഴിഞ്ഞത്. അത് K. സുരേന്ദ്രൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കെതിരെ K. സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന നിലമ്പൂർ നിയമസഭാ സെഗ്മെന്റിൽ 17,000 വോട്ടുകൾ K. സുരേന്ദ്രൻ നേടി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോൾ, ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഈ BJPയുടെ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് 13,000 വോട്ടുകൾ നേടി. ഇതാണ് ഏറ്റവും അധികം വോട്ടുകൾ നേടിയത്. ഇത് രണ്ടും തീർച്ചയായിട്ടും വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ്. അത് കേന്ദ്രത്തിലേക്കുള്ള വോട്ടാണ്, നാരറ്റീവ്സ് വ്യത്യാസമാണ്. സംസ്ഥാന തലത്തിൽ 9,800 വോട്ട്സാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചത്. 10%-ൽ 5% വോട്ടുകൾ മാത്രമാണ്, 4.8% വോട്ടാണ്. അതിൽ നിന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര മുന്നോട്ട് പോയാലും ഒരു 10,000 കടക്കാൻ ഒരു പക്ഷേ സാധിക്കില്ലായിരിക്കാം. പക്ഷേ BJP ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി, അത് ഒരു ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ നിർത്തി എന്ന് പറയുമ്പോൾ കൃത്യമായ രാഷ്ട്രീയ പോരാട്ടത്തിന് UDF-ഉം LDF-ഉം അവരവരുടെ പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയത് കൊണ്ട് അവർ രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറായി വന്നപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയും ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറായി വന്നു. അല്ല എങ്കിൽ വോട്ട് കച്ചവടം, ഇതൊന്നും ഇല്ലെങ്കിൽ സ്ഥാനാർത്ഥി ഉണ്ടായിട്ട് പോലും വോട്ട് കച്ചവടം വന്ന പഴി BJPക്ക് കേൾക്കേണ്ടി വരുന്നു. അതെനിക്ക് കൗതുകരമായ കാര്യമാണ്. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് BJP ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തി UDF-നെതിരായും LDF-ന് അനുകൂലമായും വോട്ടുകൾ സ്വാംശീകരിക്കുന്നത് എങ്ങനെയെന്ന് യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലായില്ല. ഡോക്ടർ ജി വി ഹരി സൂചിപ്പിച്ച ആ ഒരു പാരഡൈം അദ്ദേഹത്തിന് അറിയാമായിരിക്കും, അറിയില്ല. ഒരു സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥി താമര ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ BJP വോട്ടുകൾ എങ്ങനെയാണ് LDF-ന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ M. സ്വരാജിന് അനുകൂലമായി ലഭിക്കുക എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ രീതിയിലുള്ള ബാന്ധവത്തെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അത് വേണമെങ്കിൽ ആരോപണമായി ഉന്നയിക്കാം എന്നതിൽ കവിഞ്ഞ് ഒരു ഒബ്ജക്റ്റീവായ ഒരു തെളിവും ഹാജരാക്കാൻ സാധിക്കുന്നില്ല. എനിക്ക് നോക്കിയിട്ട് കാണുന്നുമില്ല. പക്ഷേ 4ാമതൊരു സ്ഥാനാർത്ഥി കൂടി ഉണ്ടെന്ന് ഓർക്കണം. അൻവർ എന്ന സ്ഥാനാർത്ഥി വേണമെങ്കിൽ ഈ തീവ്ര റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് വിഭാഗങ്ങൾക്ക് വോട്ടുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് അങ്ങനെ മുഖ്യധാരയിൽ എത്തണമെങ്കിൽ PV അൻവറിൻ്റെ കക്ഷി സാമാന്യം വലിയൊരു കക്ഷിയാണ്. ഇപ്പോൾ സ്വതന്ത്രമായി മത്സരിക്കുകയാണെങ്കിൽ പോലും തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടാണ്. ഇപ്പോൾ ഇവിടുന്ന് ഇർഫാൻ പത്താൻ, അവിടെ പിന്നെ യൂസഫ് പത്താൻ വരുന്നു പ്രചരണത്തിന്, ബഹുവ മൊയ്ത്ര ബംഗാളിൽ നിന്ന് പ്രചരണത്തിന് വരുന്നു. അപ്പോൾ തീർച്ചയായും മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും അൻവറിനെ ഏറ്റെടുത്ത മട്ടാണ്. അദ്ദേഹം സ്വതന്ത്രനായിരിക്കാം. പക്ഷേ ആ രീതിയിൽ വേണമെങ്കിൽ അൻവറിനോടൊപ്പം ചേരാമെങ്കിൽ പോലും അത് ചേരാതെ UDF-ലേക്കും LDF-ലേക്കും പരകായ പ്രവേശം നടത്തി സ്വീകാര്യത നേടിയെടുക്കാൻ ഈ കക്ഷികൾ ശ്രമിക്കുന്നതിൻ്റെ ഒരു അസ്വീകാര്യത അല്ലെങ്കിൽ അപകടം, അതിനെക്കുറിച്ചാണ് ഒരുപക്ഷെ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്. വിജയപരാജയങ്ങൾ തീർച്ചയായും UDF, LDF, ഞാൻ BJPക്ക് വിജയസാധ്യത ആ മണ്ഡലത്തിൽ കാണുന്നില്ല, പ്രായോഗികമായി കാണുന്നില്ല, വിജയസാധ്യത കാണുന്നില്ല. അൻവറിനും ഞാൻ വിജയസാധ്യത കാണുന്നില്ല. വോട്ട് കട്ടിംഗ് എന്നതിൽ ഉപരിയായി
വിജയ സാധ്യത കാണുന്നില്ല. പക്ഷേ വേഫർ തിൻ മാർജിനിൽ വിജയപരാജയങ്ങൾ മാറി മറിയുന്ന ഘട്ടത്തിൽ വർഗീയ കക്ഷികളുടെ ഒരു പിന്തുണ അവർ ആവശ്യപ്പെട്ടിട്ടാണെങ്കിലും അല്ലാതെ ലഭിച്ചതാണെങ്കിലും അവരോട് തോളോട് തോൾ ചേർന്ന് അവരെ ന്യായീകരിച്ചുകൊണ്ട് മത്സരിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന സ്വീകാര്യത, അത് രണ്ട് മുന്നണികൾക്കും സ്വീകാര്യതയുടെ കുറവ് വരും. തീർച്ചയായിട്ടും വിജയം അവരെ പുലുകിയെന്നിരിക്കാം, ഒരു വിഭാഗത്തെ വിജയം പുലുകിയെന്നിരിക്കാം. പക്ഷേ എന്താണ് നഷ്ടപ്പെടുന്നതെന്ന് വളരെ വൈകി മാത്രമേ അറിയൂ. അതുമാത്രമല്ല, കേരളത്തിൽ ഇന്ത്യ മുന്നണിയെ മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ വടക്കേ ഇന്ത്യ ഇത് ശ്രദ്ധിക്കുകയാണെന്ന് ഓർക്കണം. ഇവിടെ ഈ റാഡിക്കൽ ഗ്രൂപ്പുകളുടെ പിന്തുണ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്കാണ് ലഭിക്കുന്നതെന്ന് ഓർക്കണം. അത് ഏത് UDF ആണെങ്കിലും LDF ആണെങ്കിലും. അപ്പോൾ വടക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ ഒരു പോളറൈസേഷൻ ഇന്ത്യ മുന്നണിക്കെതിരെ സംഭവിക്കാനുള്ള ഒരു വഴിമരുന്നിട്ട് കൊടുക്കുകയല്ലേ ഇത്. അതുകൊണ്ട് തീർച്ചയായും UDF-ന്റെയും LDF-ന്റെയും നേതൃത്വം ഇക്കാര്യം ആഴത്തിൽ ആലോചിക്കേണ്ടതാണ്. അല്പലാഭം പെരുഞ്ചേതം എന്നൊരു മലയാള ഒരു പഴഞ്ചൊല്ലുണ്ട്. അതുകൊണ്ട് താൽക്കാലിക ലാഭത്തിന് വേണ്ടി എടുക്കുന്ന ഈ നിലപാടുകൾ ആത്യന്തികമായി നഷ്ടത്തിൽ കലാശിക്കുമോ, അത് രാജ്യവിരുദ്ധതയിലേക്ക് നീളുമോ, അത് തീർച്ചയായും പുനഃപരിശോധിക്കേണ്ട ആവശ്യമാണ്, ആത്മപരിശോധന നടത്തേണ്ട വിഷയമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ഡോക്ടർ ആരിഫ് ഹുസൈൻ കൂടി നമ്മളോടൊപ്പം ചർച്ചയിൽ ചേരുന്നുണ്ട്. ശ്രീ ആരിഫ് ഹുസൈൻ, ഇടതിന്റെയും വലതിന്റെയും നിലപാടുകളെ എങ്ങനെയാണ് കാണുന്നത്? PDP ഒരു പീഡിത വിഭാഗമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജമാഅത്തെ ഇസ്ലാമി അത്ര വലിയ വർഗീയ പാർട്ടിയൊന്നുമല്ല എന്ന് VD സതീശൻ. എങ്ങനെ കാണുന്നു? ഈ ഇടതിന്റെയും വലതിന്റെയും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സത്യത്തിൽ ഒരു ഇടതിന്റെ മാത്രം ഒരു ചിന്താഗതിയാണ്. ഇവിടെ കോൺഗ്രസ് എടുക്കുന്നത് പോലും ഇടതിന്റെ തന്നെ ചിന്താഗതിയാണ് എന്നാണ് ഒന്നാമത്തെ കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, കോൺഗ്രസ് സ്വയം അവര് വലതല്ല എന്നാണല്ലോ നാഷണൽ അരീനയിൽ പറയാ. അപ്പൊ കേരളത്തിലേക്ക് വരുമ്പോഴാണ് അവർ വലതാവുന്നത്. എന്തായാലും അവരുടെ പൊസിഷൻ എന്ന് പറയുന്നത് ബൈ ലാർജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇടതാണ്. ഇനി ഇടതെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരിക ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങള്, അവര് കമ്മ്യൂണിസ്റ്റ് ഈ സാമ്പത്തിക ശാസ്ത്രം അതുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള കുറെ അന്ധവിശ്വാസങ്ങള്, ഈ സോഷ്യലിസം, ഇതുപോലുള്ള സാധനങ്ങളാണെന്നൊക്കെയാണ് ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ. ഇന്ന് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് അവർ കൊണ്ടു നടക്കുന്നത് എന്താണ്? ഇന്ന് അവരുടെ റെലവൻസ് അവർ കീപ്പ് ചെയ്യുന്നത് മറ്റു ചില വഴികളിലൂടെയാണ്. ആ വഴി എന്ന് പറയുന്നത് മോറൽ ഹൈ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ രീതി. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, സമൂഹത്തില് ഒരാള് ഒരു കാര്യം ചെയ്യുക, ഒരു കാര്യത്തിന് വേണ്ടി നിലകൊള്ളുക എന്ന് വരുമ്പോൾ അവിടെ ശരി ഏത് തെറ്റേത് എന്ന് നിശ്ചയിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സാധാരണ നമ്മൾ പറയാറ്, ആ ചെയ്യുന്ന കാര്യം, ആ പറയുന്ന കാര്യം, അത് അതിന്റെ ഇൻഹറന്റ് ആയിട്ടുള്ള ക്വാളിറ്റിയുടെ ഭാഗമായിട്ടാണ് അത് ശരിയോ തെറ്റോ എന്ന് നമ്മൾ തീരുമാനിക്കാം. പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല ഇനി അങ്ങോട്ട് വരിക. അവിടെ ഇടതുപക്ഷത്ത് ഒരാൾ എന്താണോ പറയുന്നത്, ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരാൾ എന്താണോ ചെയ്യുന്നത്, അവരാണ് തീരുമാനിക്കുക ആ പറയുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്ന ഒരു സംഗതിയുടെ ഒരു മാനിഫെസ്റ്റേഷൻ, അതിന്റെ കൃത്യമായ ഒരു രീതി, അതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വർഗീയ ശക്തികൾ എന്ന് നമ്മൾ വിളിക്കുന്ന സംഗതികൾ, വർഗീയമായ നിലപാടുകൾ എടുക്കുന്ന ആളുകളോട് സന്ധി ചെയ്യില്ല എന്ന് പറയുന്ന ഒരു പൊതുധാരണ, ആ ഒരു പൊതുവായിട്ടുള്ള നിലപാട്, ആ സംഗതിയെ ഇന്ന് അവര് തന്നെ തിരുത്തി പറയുന്നു. അവര് തന്നെ ചില കാരണങ്ങൾ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നു. പണ്ടത്തെ പോലെയല്ല, അവർ കുറെ മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ പഴയ ആളുകളല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ന്യായങ്ങൾ നിരത്തിക്കൊണ്ട് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇവർ കൂട്ടുപിടിക്കുന്നത് സത്യത്തിൽ എന്താണ്? ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദം, ഇസ്ലാമിക രാഷ്ട്രവാദം, ഇത് രണ്ടും കൊണ്ടു നടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ആളുകളെയാണ് ഇവർ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഇടതുപക്ഷത്തിന്റെയാണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരായാലും ഇവിടുത്തെ നമ്മളുടെ വലതുപക്ഷം എന്ന് നമ്മൾ ഇവിടെ വിളിക്കുന്ന ഇവിടുത്തെ കോൺഗ്രസ്സുകാരായാലും സത്യത്തിൽ ചെയ്യുന്നത് ഒരേ സംഗതി തന്നെയാണ്, ഒരേ ആശയം തന്നെയാണ് അവർ ചെയ്തു വെക്കുന്നത്. ഇനി ഇത് ചെയ്യുമ്പോൾ ഇവർ കൂടെ പിടിക്കുന്നത് ആരെയാണ്? ഇവിടെ നിലവിൽ കൂടെ പിടിക്കുന്നത് ഈ ഇസ്ലാമിക പക്ഷത്ത് നിൽക്കുന്ന ഇത്തരം ആളുകളെയാണെന്ന് പറയുമ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമാണോ? അല്ല, ഇത് ആഗോള ഒരു പ്രതിഭാസമാണ്. എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്, ആഗോളതലത്തിൽ ഈ ഇടതുപക്ഷം എവിടെയൊക്കെ അവരുടെ അവസ്ഥ പരിങ്ങലിലായിട്ടുണ്ടോ അവര് റെലവൻ്റ് ആകാൻ വേണ്ടിയിട്ട് അവർ ആഗോളതലത്തിൽ ചെയ്തിട്ടുള്ള ഒരേ കാര്യം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അത് ഇറാനിൽ ചെയ്തു, അത് ഈജിപ്തിൽ ചെയ്തു, അവിടെ നമ്മളുടെ അഫ്ഗാനിസ്ഥാനിൽ ചെയ്തു. എല്ലായിടത്തും ഇതേ സംഗതി തന്നെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് ആശയം അല്ലെങ്കിൽ ഈ പറയുന്ന ഇടതുപക്ഷം എന്ന നിലയ്ക്ക് അവർ ചെയ്തു വെച്ചത്. അതിന്റെ അന്ത്യം എന്തായിരുന്നു? അതിന്റെ അന്ത്യം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ അസ്തമയമാണ്. കാരണം ഈ ഒരു സംഗതി വന്ന് അതിനോട് ചേർന്നുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പവർ പൊസിഷൻ വന്നു കഴിയുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ആരെയാണോ കൂട്ടുപിടിച്ചിട്ട് ഇവരിത് ചെയ്യുന്നത്, അവര് പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ അവർ ആദ്യം എടുത്ത് കുപ്പയിൽ എറിയുന്ന ആളുകൾ, ആ കൂട്ടം എന്ന് പറയുന്നത് ഈ ഇടതുപക്ഷത്തെയാണ്. ഇതാണ് നമ്മൾ ഇറാനിൽ കണ്ടത്, ഇതാണ് നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ കണ്ടത്, ഇതാണ് നമ്മൾ മറ്റു പല സ്ഥലങ്ങളിലും ഇതേമാതിരി തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇതിന്റെയും പര്യവസാനം അങ്ങനെ തന്നെയാണ് വരാൻ പോകുന്നത്.
ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പൊ ഇവർ പറയുന്ന ചില ന്യായങ്ങളുണ്ട്. ഈ ന്യായങ്ങള് സത്യത്തിൽ ഇവിടെ തിരിച്ചടിയാകാൻ പോകുന്നത് ഇതേ ഇടതുപക്ഷത്തിന് തന്നെയാണ്. കാരണം എന്താണ്, ഇത്ര നാളും ഇടതുപക്ഷം ഇവിടെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ചില കാര്യങ്ങളുണ്ട്. സംഘപരിവാർ അല്ലെങ്കിൽ ഇവിടുത്തെ വലതുപക്ഷം, തീവ്ര വലതുപക്ഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ, ആ സംഗതിയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച്, അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം അത് മുന്നിൽ കണ്ട് ഒരു വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു സാധാരണ പൗരന് ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് അവൻ ആ ഒരു സംഘപരിവാർ ആശയത്തോട് ചേർന്ന് നിൽക്കാതെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ഇത്ര നാളുണ്ടായിരുന്ന ഒരു തടസ്സം എന്ന് പറയുന്നത്, അവരെന്നാലും വർഗീയതയുടെ കൂടെ നിന്ന ആളുകളാണ്, അല്ലെങ്കിൽ അവർക്ക് പണ്ട് ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു എന്നതിന്റെ പേരിലാണ്. പക്ഷെ ഇന്ന് അവർക്ക് ഒരു കാരണം ഇട്ടുകൊടുത്തിരിക്കുകയാണ്. എന്താണ് ആ കാരണം? ഇന്ന് അവർ മാറിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഇന്ന് അവര് മാറിയിട്ടുണ്ട്, പഴയ പോലെ അല്ല എന്ന് ഇവിടുത്തെ ഒരു സാധാരണ പൗരന് പറയാനുള്ള ഒരു അവസരം, പറയാനുള്ള ഒരു പുതിയ കാരണം ഇട്ടുകൊടുക്കുമ്പോൾ സത്യത്തിൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്താണ്? വലതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിക്കുകയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇവിടെ സംഖ്യ വളരും, ഇവിടെ BJP പന പോലെ വളരും. അതാണ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്. ഫലത്തിൽ എന്താ സൃഷ്ടിക്കാൻ പോകുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞ എങ്ങനെയാണോ ഇവിടുത്തെ ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇവിടെ അസ്തമിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് അവർ അപ്രസക്തമാകാൻ പോകുന്നത്, അതിന്റെ ആ വ്യാപ്തി അത് അവർ തന്നെയാണ് ഇതുപോലെ വലിയ തോതിൽ അത് വർദ്ധിപ്പിക്കാൻ ഇടയുണ്ടാക്കുന്നതും കൂടുതൽ പെട്ടെന്ന് ഇത്തരം ഒരു ഷിഫ്റ്റ് ഇവിടെ ഉണ്ടാകുന്നതിന് വഴിവെക്കുകയും ചെയ്യുന്നതാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള അല്ലെങ്കിൽ ഓർക്കാറുള്ള ഒരു കാര്യം, 2-3 തവണയും കൂടിയൊക്കെ ഇതൊക്കെ നടക്കും. ഈ ഇടതുപക്ഷത്തിന്റെ ഇത്തരം ഈ കോൺഗ്രസ് ആയാലും ഈ UDF ആയാലും LDF ആയാലും ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ ഇത് കുറച്ച് നാളുകൂടിയൊക്കെ നടക്കും. 1-2 വർഷം കൂടി, ഒരു 10 വർഷം, 2 തവണ കൂടി. അത് കഴിയുമ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇവിടെ ഭാവിയിൽ ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടി ഒരുമിച്ച് നിന്നിട്ട് ഫൈറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് ഇവിടെ എത്താൻ പോകുന്നത്. കാരണം അവരുടെ പൊതു ആയിട്ടുള്ള എതിരാളി എന്നുള്ളത് ഇവിടെ BJP ആയിട്ട് വളരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇത് പോകുന്നത്. അതിനുള്ള വഴിയാണ് ഇവർ ഇന്ന് വെട്ടുന്നത്. ഇതാണ് ഇവിടെ സംഭവിക്കുക. ഇനി ഇതില് അവസാനത്തെ ഒരു പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത്, ഈ കൂട്ടുപിടിക്കുന്ന ഈ കൂട്ടം ആളുകൾ, ഈ തീവ്രവാദം അതുപോലെ തന്നെ രാഷ്ട്രവാദം, ഈ 2 കൂട്ടരും ഇവർ ആഗോളതലത്തിൽ തന്നെ നടത്തുന്ന ഈ ഒരു പാറ്റേൺ, അതിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണ്? സമൂഹത്തിൽ എല്ലാത്തിലും ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സ് അത് കുത്തി നിറച്ചുകൊണ്ട് എല്ലാ മേഖലയിലും സെക്യുലറിസം എന്ന് പറയുന്ന വിഷയത്തെ ഉയർത്തി വെക്കേണ്ടതായിട്ടുള്ള ഏതൊക്കെ മേഖലയുണ്ടോ അവിടെ എല്ലാം തന്നെ അത് കുഴിച്ചു മൂടിക്കൊണ്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങളും അവർക്ക് അനുകൂലമായിട്ടുള്ള പോളിസികളും മാത്രം ഉണ്ടാകാൻ പാടുള്ളൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന രീതിയിലേക്ക് ഇവിടെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമ്പോൾ നമ്മുടെ നാട് മൊത്തത്തിൽ സെക്യുലറിസം എന്ന് പറയുന്ന വിഷയത്തെ പാടെ മാറ്റി വെച്ചുകൊണ്ട് മതം ഇതുപോലെ തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നുകൊണ്ട് ഐഡന്റിറ്റി പൊളിറ്റിക്സ് എടുത്തു വെച്ചുകൊണ്ട് കലഹിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇത് കൊണ്ടെത്തിക്കുക. അപ്പോൾ ഇവിടെ ഇന്ന് അവർ മാറിയിട്ടുണ്ട്, അവർ പഴയ പോലെയല്ല എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഈ മാറ്റം? എന്താണ് ഇവർ പഴയ പോലെ മാറിയിട്ടില്ല എന്ന് പറയുന്നത്? ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത്. എവിടെയാണ് ഈ പറയുന്നത്? പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതല്ലേ? കാരണം നമ്മളോടൊപ്പം നേരത്തെ ചർച്ചയിൽ ഉണ്ടായിരുന്ന ഇടത് നിരീക്ഷകൻ സൂചിപ്പിച്ചത് അത്തരത്തിലായിരുന്നു. അതായത് PDPയെ സംബന്ധിച്ച് അവർ പീഡിത വിഭാഗം എന്ന് MP ഗോവിന്ദൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? വലിയ രീതിയിൽ ആരോപണ വിധേയരായി ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു വ്യക്തിയാണ് മദനി എന്നുള്ളതാണ്. അതിനൊക്കെ തെളിവ് എവിടെ എന്നാണ് ചോദിക്കുന്നത്. എന്ന് മാത്രമല്ല, കേരളത്തിൽ PDP എന്തെങ്കിലും തരത്തിലുള്ള വിധ്വംസക പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇത്തരം ചോദ്യങ്ങൾ ഇവർ പൊതുസമൂഹത്തിലേക്കാണ് ചോദിക്കുന്നത് എന്നുകൂടി ഇവർ മറന്നുപോവുകയാണ്. അതേ നയം തന്നെയാണ് കോൺഗ്രസ് വെച്ച് പുലർത്തുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ നയവും നിലപാടുകളും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. രാജ്യവിരുദ്ധത തന്നെയാണ് അവരുടെ മുഖമുദ്ര. പക്ഷേ അവരെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ പൊതുസമൂഹത്തിനുണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പമുണ്ട്. കോൺഗ്രസ് അല്ലെങ്കിൽ CPM, LDF അല്ലെങ്കിൽ UDF ഇവരെ ജയിപ്പിക്കാം എന്ന് കരുതുന്ന ഒരു സമൂഹം ഇവർ ഇത്തരത്തിലുള്ള മതമൗലികവാദികളെ ചേർത്തു പിടിക്കുന്നത് ശരിയോ തെറ്റോ എന്നൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത കുറച്ച് വോട്ടർമാരിലേക്കല്ലേ ഇവരുടെ ആശയങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്, 2 കാര്യമാണ് അവിടെ. അതായത് ഇങ്ങനെ പണ്ട് അങ്ങനെയായിരുന്നു, ഇന്ന് അവർ മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഈ അവകാശം ഇത് ഈ പറയുന്ന പാർട്ടിക്ക് മാത്രമേ ഉള്ളൂ, അതോ അത് BJPക്ക് ഉണ്ടോ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് BJPയെ തെരഞ്ഞെടുക്കുന്ന വേളയിൽ ഇതേ ന്യായം പറയാനുള്ള ഒരു അവസരം ഇവർ വെച്ചു കൊടുക്കും. പഴയ പോലെ അല്ല, ഇത് അവർ മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ കൂടെ നിൽക്കാനുള്ള ഒരു അവകാശം. ഇപ്പം അങ്ങനെ ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ ഇവരെന്തായിരിക്കും പറയാ? അത് മാറിയാലും അവർ പഴയ പോലെ അങ്ങനെയല്ല, അവര് തിരിച്ചത് അങ്ങനെ വരും, അത് ഒരു അടവ് നയമാണ് എന്നുള്ള രീതിയിലേക്കല്ലേ അവർ പറഞ്ഞു വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിനെ എഴുതി വെച്ച സാധനമാണ് ഈ പറയുന്ന തക്കിയ എന്ന് പറയുന്ന വിഷയം. അതായത് നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ പുറത്തെടുക്കേണ്ട ഒരു ടെക്നിക്കാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന സാധനമാണ്. നിങ്ങൾ അതുവരേക്ക് നുണ പറയാം എന്ന് പറയുന്ന ഒരു സംഗതി. ഇപ്പൊ ഹുദൈബിയ സന്ധി എന്ന് പറഞ്ഞിട്ടൊരു സന്ധിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ ഇസ്ലാമിക പക്ഷത്തൊക്കെ വലിയ തോതിൽ അതിനെ കൊട്ടിഘോഷിച്ച് വലിയ എന്തോ വലിയ ഒരു കരാറിന്റെ അത്യുന്നതങ്ങളിലൊക്കെ
ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു സാധനമാണ്. സത്യത്തിൽ എന്താണത്? അത് തീർച്ചയായിട്ടും ലംഘിക്കപ്പെടും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മുഹമ്മദ് നബി നടത്തിയ ഒരു കരാറാണത്. എന്ന് വെച്ചാൽ അത് ലംഘിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കരാറാണ്. അപ്പൊ അതിന്റെ തുടക്ക സമയങ്ങളിൽ അത് കാണുമ്പോൾ എന്തൊരു നല്ല മനുഷ്യൻ എന്ന് തോന്നും. പക്ഷെ 10 വർഷത്തേക്ക് ഉണ്ടാക്കിയ കരാറ് ആദ്യത്തെ വർഷം മുതൽ തന്നെ അതിനെ ലംഘിക്കാനുള്ള അവസരം പാർത്തിരുന്ന്, രണ്ടാമത്തെ വർഷം ഒളിച്ചും പാർത്തിരുന്ന് അവിടെ അത് ലംഘിച്ച് യുദ്ധത്തിലേക്ക് പോയ കാഴ്ചയാണ് നമുക്ക് ഹുദൈബിയ സന്ധിയിൽ കാണുക. ഇനി ഇതേ ഹുദൈബിയ സന്ധി എവിടെ ഇവർ പുറത്തെടുത്തിട്ടുള്ള പ്രാക്ടിക്കലി ഇവിടെ ഓസ്ലോ അക്കോർഡ്, ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിന്റെ ഇടയിൽ ഓസ്ലോ അക്കോർഡ് വന്നു കഴിഞ്ഞപ്പോൾ അറബികളുടെ ഇടയിൽ വലിയ ചർച്ചയായി. ആ ചർച്ചയായ സമയത്ത് യാസർ അറാഫത്ത് അന്ന് ജോനാസ്ബർഗിൽ വെച്ചിട്ട് പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഇത് ഒരു ഹുദൈബിയ സന്ധി മാത്രമാണ് എന്നാണ് അന്ന് അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചത്. ഇത് പറയുമ്പോൾ ആർക്കാ മനസ്സിലാവുക? ഹുദൈബിയ സന്ധി മാത്രമാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അറബികൾക്ക് മനസ്സിലാവും. കാരണം അറബികൾക്ക് അറിയാം എന്താണ് ഈ ഹുദൈബിയ സന്ധി എന്ന് പറഞ്ഞ മാതിരി ഇത്തരം തക്കിയ പ്രതികൂലമായ സാഹചര്യത്തിൽ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യും, ഒരു സംശയം വേണ്ട. ഇനി ജമാഅത്ത് ഇസ്ലാമി എത്ര മാറിയാലും നമ്മൾ ആലോചിക്കേണ്ടത്, ജമാഅത്ത് ഇസ്ലാമി ഉടലെടുക്കുന്നത് എവിടുന്ന? മൗദൂദിയിൽ നിന്നാണ്. അത് പാകിസ്ഥാനിൽ ഇന്ന് അവിടെ ഉള്ള ആ ചങ്ങാതിയുടെ ആ ആശയം ഇന്ന് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ മാത്രമേ ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നുള്ളൂ. വേറെ എവിടെയാണ് അതിനൊരു മാറ്റം സംഭവിച്ചിട്ടുള്ളത്? എവിടെയും മാറ്റം സംഭവിച്ചിട്ടില്ല. എല്ലായിടത്തും ഒരേ സാധനമാണ് എന്നിരിക്കെ ഇത് തീർച്ചയായിട്ടും തക്കിയയാണ് എന്ന് നമുക്ക് അടിവരായിട്ട് പറയാൻ കഴിയും. കാരണം അവരുടെ കിതാബിൽ എഴുതി വെച്ച സാധനമാണ് തക്കിയ എന്ന് പറയുന്നത്. അതായത് ഇതുപോലെ ഈ അടവ് നയം എന്ന് പറയുന്നത് ഇത് തന്നെയല്ല ഇടതുപക്ഷം ഇത്രയും നാൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് സത്യത്തിൽ സംഭവിക്കുക എന്താണ്? ഇതിന് കൂടുതൽ വളവും തീവ്രവാദികൾക്ക് കൂടുതൽ മേയാനുള്ള ഒരു വഴിയാണ് നമ്മൾ വെട്ടിക്കൊടുക്കുന്നത്. അതോടൊപ്പം ഈ പറയുന്ന ഒരു ആനുകൂല്യം, ഈ ആനുകൂല്യം ഇവിടെ BJPക്ക് ഇവർ കൊടുക്കില്ലേ? അല്ലെങ്കിൽ അത്തരം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കാൻ വേണ്ടി നിലനിൽക്കുന്ന സാധാരണ ഇവിടെയുള്ള വോട്ടർമാരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ആ ആനുകൂല്യം ഉണ്ടോ ഇല്ലേ? അത് കൂടി ഇവിടെ പറയുമ്പോഴാണ് ഇത് പൂർത്തിയാവുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ടത് ഇത് ഇടതുപക്ഷത്തിന്റെ അവസാനത്തെ ഒരു പോക്കായിരിക്കും. ഇവിടെ കുടിയിലേക്ക് പോവുകയാണ് ഉണ്ടാവുക. അത് തന്നെയാണ് ഇവിടെ തുടങ്ങുന്നത്. BJPയുടെ വളർച്ച ഇവിടെ ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് തന്നെയാണ് എനിക്കതിൽ പറയാനുള്ളത്. ശരി, ശ്രീ GV ഹരി, ഇവിടെ നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ അല്പലാഭം പെരും ഛേദം എന്ന് പറഞ്ഞതുപോലെയാണ്. താൽക്കാലിക ഒരു ലാഭത്തിന് വേണ്ടി പിണറായി സർക്കാരിനെ അട്ടിമറിക്കാൻ ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് സ്വീകരിക്കുന്നു, അവർ നിലമ്പൂരിലെ വോട്ടർമാർ മാത്രമാണ് എന്ന് പറയുമ്പോൾ നാളെ അത് തലയ്ക്കു മുകളിൽ തൂങ്ങുന്ന ഒരു വാളായി മാറുമെന്നുള്ള കാര്യം കൂടി കോൺഗ്രസ് മറക്കാൻ പാടില്ലാത്തതല്ലേ? ഞങ്ങൾക്ക് അങ്ങനെയുള്ള ആശങ്കകളൊന്നുമില്ല. അതൊക്കെ ഡോക്ടർ മോഹൻ വർഗീസ് അദ്ദേഹത്തിൻ്റെ ഒരു വെർഷൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ആ വെർഷനെ സ്വീകരിക്കുന്നില്ല. ഞാൻ അത് വളരെ ആദ്യം സമ്മതിച്ചല്ലോ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായ ഉത്തരം പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ പോയി ഒരു ഓഫീസിലും പോയി ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഡോക്ടർ മോഹൻ വർഗീസ് ഇവിടെ അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ പറയുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡോക്ടർ ആരിഫ് പറയുന്നത് കേട്ടിട്ടാണ് അതിൽ ഒരു കൗതുകം തോന്നുന്നത്. അതായത് കോൺഗ്രസും CPM അല്ലെങ്കിൽ ഇടതുപക്ഷവും ഒരുപോലെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് അദ്ദേഹം ഏത് തലത്തിലാണത് വിലയിരുത്തിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ രാജ്യത്ത് BJPക്കെതിരെ ഏറ്റവും കൂടുതൽ ശക്തമായി രാജ്യം മുഴുവൻ നടന്ന് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ ഉറച്ചു വിശ്വസിക്കണമെന്നും ഈ രാജ്യത്തിൻ്റെ സെക്കുലർ മൂല്യങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും ആഹ്വാനം ചെയ്തത് ഞങ്ങളുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധി പറയുന്ന ആശയങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള സെക്കുലർ ആശയങ്ങൾ തന്നെയാണ് കോൺഗ്രസ് ഇന്നും മുറുകെ പിടിച്ചിട്ടുള്ള തരത്തിൽ ഒരു വെള്ളം ചെറുക്കലുകളും കോൺഗ്രസ് പാർട്ടി നടത്തിയിട്ടില്ല. അതും CPM തമ്മിൽ എങ്ങനെ ചേരുന്നു എന്നുള്ളത് എനിക്ക് വളരെ കൗതുകത്തോടു കൂടി, അതായത് അദ്ദേഹം പറയേണ്ട കാര്യമാണ്. അദ്ദേഹം പറഞ്ഞോട്ടെ, അദ്ദേഹത്തിന്റെ പ്രശ്നമായിരിക്കും. എന്താണ് ജമാഅത്ത് ഇസ്ലാമിയിൽ ഉണ്ടായ മാറ്റം നിങ്ങൾ കണ്ടത്? ഞങ്ങള് ജമാഅത്ത് നോക്കൂ ആരിഫ്, ഡോക്ടർ ആരിഫ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അല്ല, ഡോക്ടർ ആരിഫ് മനസ്സിലാക്കേണ്ട ഒരു ഞാൻ പറയാം. ഡോക്ടർ ആരിഫ്, ഞങ്ങള് ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. താങ്കൾക്ക് പറയാം. അത് പോട്ടെ, ജമാഅത്ത് ഇസ്ലാമി പഴയ ജമാഅത്ത് ഇസ്ലാമി അല്ല. ഹൂ ബോദേഴ്സ്? ഞാൻ ചോദിക്കുന്നത് പറഞ്ഞ കാര്യമാണ് പറയുന്നത്. സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമി അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്, ഞങ്ങളുടെ വിഷയമല്ലത്. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ അല്ല ഞാനോ താങ്കളോ ആരെങ്കിലും താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയട്ടെ. ജമാഅത്ത് ഇസ്ലാമി ഒരുപാട് മാറി എന്നാണ് VD സതീശൻ പറഞ്ഞത്. എന്താണ് ആ മാറ്റം? ഒരു മാറ്റം പറയൂ. അല്ല ഞാൻ പറയട്ടെ, അടിസ്ഥാനപരമായി ഞാൻ പറയട്ടെ. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ ഡിസ്കഷനിൽ പറഞ്ഞാണല്ലോ, ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കഴിഞ്ഞ 9 വർഷത്തെ ഭരണം എന്നത് ഈ കേരളത്തിലെ ജനങ്ങളുടെ കൂടി വലിയ പ്രശ്നമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വിസനവും ലഭിക്കാതെ, ഒരു നേട്ടവും ലഭിക്കാത്ത കഴിഞ്ഞ 9 വർഷക്കാലത്തെ ആ ഭരണത്തെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് നിലമ്പൂരിലെ വോട്ടർമാരായിട്ടുള്ള ജനങ്ങളോടാണ് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഡോക്ടർ ആരിഫ് പറയുന്നത് അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യത്തിന്റെ ഒരു കാര്യത്തെ അടർത്തിയെടുത്തുകൊണ്ട് അങ്ങ് അത് മാത്രം എടുത്തു പറയരുത്. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി കുറെ മാറി എന്നാ പറയുന്നത്. എന്താണ് ആ മാറ്റം? ഒരു മാറ്റം പറയും. അല്ല ഞാൻ നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ,
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആ ആനുകൂല്യം BJP ക്ക് നിങ്ങൾ കൊടുക്കും? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, താങ്കൾ എൻ്റെ നേരത്തെ ചർച്ചയിൽ കേൾക്കാത്തതുകൊണ്ട് താങ്കൾ ഇടയ്ക്ക് ജോയിൻ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ പരസ്യമായി പറഞ്ഞല്ലോ, BJP വർഗീയമായി പ്രവർത്തിക്കുന്നു. അവിടെ നിലമ്പൂരിൽ അങ്ങനെയുള്ളൊരു ഏറ്റവും വലിയ വർഗീയ ശക്തിയാണ് CPM-നെ സഹായിക്കുന്നതെന്നാണ് ഞാനിവിടെ നേരത്തെ ചർച്ചയിൽ പറഞ്ഞത്. അവിടെ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 10,000 വോട്ട് തികച്ച് കിട്ടാത്ത ഒരു സ്ഥാനാർത്ഥിയെ അവിടെ അവർക്ക് CPM-ന് അനുകൂലമായി കൊണ്ട് നിർത്തി കൊടുത്തു. അവിടെ എന്തുകൊണ്ട് സുരേന്ദ്രൻ മത്സരിച്ചില്ല? ഇവിടെ നേരത്തെ കുറച്ചു മുമ്പ് ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞത് ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞു രണ്ടുപേരും രാഷ്ട്രീയമായി മത്സരിക്കാൻ തയ്യാറായതുകൊണ്ട് സുരാജ് എന്ന് പറയുന്ന ഏറ്റവും മികച്ച അവരുടെ സ്ഥാനാർത്ഥി കേന്ദ്ര കമ്മിറ്റി അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി അംഗത്തെ കൊണ്ട് അവിടെ നിർത്തി. ഞങ്ങളുടെ KPCC ജനറൽ സെക്രട്ടറി അവിടെ മത്സരിപ്പിക്കാൻ നിർത്തുമ്പോൾ ഇവിടെ BJP കൊണ്ടുപോയി ഇവിടെ മത്സരിപ്പിക്കാൻ നിർത്തുന്ന ആരെയാണ്? അവിടെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവർ വളരെ കഷ്ടപ്പെട്ട് ആ സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടുവന്നിട്ടുമ്പോൾ ആരെയാണ് ഡോക്ടർ ആരിഫ് അവർ സഹായിക്കുന്നത്? അവരാരെയാണ് സഹായിക്കുന്നത്? ഞങ്ങൾ ഈ രാജ്യത്ത് അവരെ എതിർക്കുന്ന കോൺഗ്രസ് പാർട്ടി അല്ല, ഒരിക്കലുമല്ല. അതുകൊണ്ട് താങ്കൾ ഡോക്ടർ ആരിഫ് താങ്കൾ അത് ന്യായീകരിക്കരുത്, BJP ന്യായീകരിക്കരുത്. ഞങ്ങൾ പറഞ്ഞല്ലോ, സമയക്കുറവുണ്ട്. ശ്രീ ജി വി ഹരി, ഒരു മിനിറ്റ് ശ്രീ JR പത്മകുമാറിന് കൂടി കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾ രോഹിണി അതല്ല ഞാനിത് പറഞ്ഞ എന്നോട് ഡോക്ടർ ആരിഫ് ചോദിച്ചതിന് ഒരു മറുപടി അവസാനിപ്പിക്കുകയാണ്. ഞാനിത് പറയാണ്, ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ആളുകളുടെ വോട്ടുകൾ ഞങ്ങൾ സ്വീകരിക്കും. അതിനകത്ത് ആര് വോട്ട് ചെയ്താലും എന്നത് വീണ്ടും അടിവരയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കും. ശരി, ശ്രീ JR പത്മകുമാർ, ഒരു മിനിറ്റിൽ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയാണ് BJP നിർത്തിയിരിക്കുന്നതെന്നാണ് കോൺഗ്രസ് ആരോപണം. അത് അവരുടെ സ്വാഭാവികമായിട്ട് അവരുടെ ആരോപണം മാത്രമാണ്. എന്താണെന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വാനരന് വാലലങ്കാരം എന്ന് പറയുന്നത് പോലെയാണ് ഈ അവസരവാദം ഈ രണ്ട് മുന്നണികൾക്കും അലങ്കാരമായിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ GV ഹരിയൻ ഇവിടെ പറയുക, ഞങ്ങൾ പിണറായി സർക്കാരിനെ താഴെ ഇറക്കാനാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വോട്ട് ചെയ്യിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഈ വർഗീയ രാഷ്ട്രീയ മാറ്റമാണ് അസോസിയേറ്റ് എന്ന് പറയുന്ന ഇവിടെ ശ്രീ നിലപാട് എടുക്കില്ല UDF വർഗീയ സംഘടനയാണ്, ഭീകരവാദ സംഘടനയാണ്. ഒരു കാലഘട്ടത്തിലും ഞങ്ങൾ കേരളത്തിൽ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്, ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്തായാലും അവസരവാദ രാഷ്ട്രീയം തന്നെയാണ് ഇടതും വലതും കളിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.